Hi all, good evening. Good evening, ma'am. Good evening. അപ്പൊ മറ്റന്നാളല്ലേ സ്റ്റാറ്റി എക്സാം? നാളെയാണ്. നാളെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ പഠിക്കാൻ ടൈം കുറവാണ് അല്ലേ? അപ്പൊ നമുക്ക് വേഗം വേഗം പറഞ്ഞു പോവാം. ഫസ്റ്റ് ചാപ്റ്റർ അപ്പൊ ഞാന് ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ ഇട്ട് തരാം. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് മതിയില്ലേ? മതി. കാരണം നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് തുടങ്ങും. അപ്പൊ കുറെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഇമ്പോർട്ടന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകട്ടെ. കാരണം നമുക്ക് സ്റ്റാറ്റിയുടെ ഡെഫിനിഷൻസ് പഠിക്കണം. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ പ്രൊസീജിയേഴ്സിൽ എസ്റ്റിമേഷൻ എന്താണെന്ന് നോക്കുക. പോയിന്റ് എസ്റ്റിമേഷൻ ജസ്റ്റ് ഒരു നമ്പർ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ 20 അല്ലെങ്കിൽ 20.5 43.2 എന്നൊക്കെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പോയിന്റ് എസ്റ്റിമേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്പർ ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഇന്റർവെൽ ആക്കിയിട്ട് കൊടുക്കും. ഇവിടെ കണ്ടോ A<X>B. അപ്പൊ അതായത് 40 45 ടു 47 കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ വാല്യൂ കിടക്കുക. അതാണ് ഇന്റർവെൽ എസ്റ്റിമേഷൻ. അപ്പൊ അതൊക്കെ നോക്കുക. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ 105 എടുക്കുന്ന നേരത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ്, പിന്നെ നൾ ഓൾട്ടർനേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കുക. ഗുഡ് ഹൈപ്പോത്തസിസ്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, പിന്നെ അതുപോലെ തന്നെ എറേഴ്സ് ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. നള്ളി ഈ ടേബിൾ ഒക്കെ വരയ്ക്കുക. കറക്റ്റ് ഡിസിഷൻ ഒക്കെ നോക്കുക. ഇത്രയും നോക്കിയാൽ മതി. പിന്നെ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസിന്റെ പ്രൊസീജിയേഴ്സ്, ഈ 4 സ്റ്റെപ്പ് ഓൾമോസ്റ്റ് ഈ ചാപ്റ്ററിലെ എല്ലാതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റി. അപ്പൊ പാരാമെട്രിക് സ്റ്റാറ്റിയിൽ വരുന്ന എക്സാമ്പിൾസ് ആദ്യമേ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, ടി ടെസ്റ്റ്, അനോവ, ഇതൊക്കെ എന്താണ് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ആണ്. അതായത് പാരാമീറ്റർ ക്യാൻ ബി ടേംഡ് ആസ് എ വാല്യൂ ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ദ റിസർച്ച്. പാരാമീറ്റർ എന്ന് പറയുന്നത് തന്നെ എന്താ? പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. നമ്മൾ പോപ്പുലേഷൻ മീനിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരാമീറ്റർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് it can be described as a measure of the population and refers to the indices of a central value, dispersion, correlation and so on, all of the individuals of the population. ഒരു പോപ്പുലേഷന്റെ മെഷർ, അതായത് അതിന്റെ സെൻട്രൽ വാല്യൂ, ഡിസ്പേർഷൻ, കോറിലേഷൻ, ഇതിനൊക്കെ നമുക്ക് എന്താക്കിയിട്ട് പറയാം? പാരാമീറ്റർ ആണെന്ന് പറയാം. ഇനി പാരാമെട്രിക് സ്റ്റാറ്റി മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തത് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മാത്രമാണ്. അപ്പൊ മെയിൻ ആയിട്ട് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാതും പാരാമീറ്റർ ആണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ? 10,000 പേര് പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ റിസർച്ചിന് എടുക്കുന്ന 1000 പേര്, അതാണ് നമ്മുടെ സാമ്പിള്. ഇത് പോപ്പുലേഷൻ, ഇത് സാമ്പിള്. ഈ പോപ്പുലേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസിനാണ് നമ്മൾ എന്ന് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ സെൻട്രൽ വാല്യൂ, ഡിസ്പേർഷൻ, കോറിലേഷൻ, ഇതൊക്കെ നമുക്ക് പാരാമീറ്റർ ആണ്. Salkin described parametric statistics as the statistic used for the inferences from a sample to a population that assume the variance of each group are similar and that the sample is large enough to represent the population. Parametric stat എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു പോപ്പുലേഷൻ എന്നൊരു സാമ്പിൾ എടുത്ത് ആ സാമ്പിളിലാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുന്നത്. അത് നമുക്ക് പോപ്പുലേഷനിലോട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പാരാമെട്രിക് സ്റ്റാറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നോൺ പാരാമെട്രിക് സ്റ്റാറ്റി എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, നമ്മൾ പാരാമെട്രിക്കിൽ പറയുന്നതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് എന്ത്? നോൺ പാരാമെട്രിക് എന്ന് പറയുന്നത്. നോൺ പാരാമെട്രിക് സ്റ്റാറ്റിയിൽ വരുന്നത് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ, കൈ സ്ക്വയർ, മാൻവിറ്റ്നി യു ടെസ്റ്റ്, ഇതൊക്കെ എന്താണ്? നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് ആണ്. അതായത് അവിടെ കണ്ടീഷൻസ് ഒക്കെ കുറവാണ്, ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണ്. പിന്നെ എന്താണ്? നോട്ട് ബേസ്ഡ് ഓൺ ഡാറ്റ ദാറ്റ് ഈസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ എനി സച്ച് അസംഷൻസ്. നോർമാലിറ്റി വേണമെന്നില്ല, പക്ഷെ പാരാമെട്രിക്കിൽ എന്ത് വേണം? നോർമാലിറ്റി വേണം. ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്തായിരിക്കും? നോർമാലിറ്റി വേണം എന്നുള്ള നിർബന്ധം ഇല്ല.
ഇനി അടുത്തത് പറയാനുള്ളത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് can also be described as tests that do not involve testing of hypothesis related to population parameter. ഇവിടെ എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒന്നും ഇല്ല, അതായത് പോപ്പുലേഷനും പാരാമീറ്ററിനും വേണ്ടിയിട്ടുള്ള ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒന്നും എവിടെയില്ല, നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇല്ല. ഇനി സാൽക്കൈന്റെ നോൺ പാരാമെട്രിക്കിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സ്റ്റാറ്റിസ്റ്റിക് ദാറ്റ് ഡു നോട്ട് റിക്വയർ ദ സെയിം അസംഷൻസ് ആസ് ടു പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വേണ്ട അസംഷൻസ് ഒന്നുമില്ലാത്ത ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ത് നോൺ പാരാമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാരാമെട്രിക്കിൽ വേണ്ട അസംഷൻസ് ഒന്നും എവിടെ വരുന്നില്ല, നോൺ പാരാമെട്രിക്കിൽ ഇല്ല. അതായത് പാരാമെട്രിക്കിൽ പറയുന്ന അസംഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റാറ്റി മൊത്തം നമ്മൾ എവിടെ കൊണ്ടുപോയി ചെയ്യും, നോൺ പാരാമെട്രിക്കിൽ ചെയ്യും. The model of the non-parametric statistical test do not state any conditions about the population parameter from which the sample for research has been taken. ഇവിടെ നോൺ പാരാമെട്രിക്കിന് എന്തില്ല, പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റിയിട്ട് കണ്ടീഷൻസ് ഇല്ല, അസംഷൻസ് ഇല്ല, ഇതൊക്കെ ഓർത്ത് വെക്കാം. Thus, in case of non-parametric statistics, the methods are distribution free and there is as such no assumptions. Distribution free ആണ്, assumptions ഒന്നുമില്ല. ഇത്രയും കാര്യമൊക്കെയാണോ? മാം ഒന്നും കൂടി പറയോ, പാരാമെട്രിക് നോൺ പാരാമെട്രിക്കും ജസ്റ്റ് ഒന്ന് പറയോ? ഒന്നും കൂടി പറയാം. പാരാമെട്രിക് എന്ന് പറയുന്നത് ആദ്യം അതിന്റെ പേരുകൾ നോക്കി വെക്കാം. പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, ടി ടെസ്റ്റ്, അനവധൊക്കെ എന്താണ് പാരാമീറ്റർ ആണ്. അതായത് പോപ്പുലേഷനെ കുറിച്ചുള്ള ഡാറ്റ, പോപ്പുലേഷന്റെ മീനാണ് ശരിക്കും നമ്മൾ പാരാമീറ്റർ എന്ന് പറയാം. അതിൽ തന്നെ പോപ്പുലേഷനെ കുറിച്ചുള്ള സെൻട്രൽ വാല്യൂ, ഡിസ്പേർഷൻ, കോറിലേഷൻ, ഇതൊക്കെ നമുക്ക് പാരാമീറ്റർ വാല്യൂസ് ആണെന്ന് പറയാം. അതായത് പാരാമെട്രിക് സ്റ്റാറ്റിയിലാണ് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അതായത് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഈ പാരാമെട്രിക് സ്റ്റാറ്റിയിലാണ്. അല്ലെങ്കിൽ പാരാമെട്രിക് സ്റ്റാറ്റി ഡിപ്പെൻഡ് ചെയ്തത് എന്തിനാണ്, പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാമ്പിളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യണം. അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിയാണ് പാരാമെട്രിക് സ്റ്റാറ്റി. അതിന് കുറച്ചും കൂടി ആക്യുറസി ഉണ്ടായിരിക്കും. കാരണം ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരുപാട് ക്രൈറ്റീരിയ അതിൽ പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കൂട്ട അടുത്ത സെക്ഷൻ അതാണ്, ഒരുപാട് ക്രൈറ്റീരിയാസ് പാരാമെട്രിക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പാരാമെട്രിക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത്രയും ആക്യുറസി നമ്മുടെ ആൻസറിനും ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യാനും പറ്റും. This definition highlights the homogeneity of the variance as well as also focus on the sample on being representative of the population. Homogeneity ഉണ്ടായിരിക്കും, അതായത് ഒരേപോലത്തെ ഡാറ്റാസ് ആയിരിക്കും. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തേക്കെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യാണ്, കേരളത്തിലെ സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് എന്റെ റിസർച്ച് എന്ന് വിചാരിക്കാം. ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ റാൻഡംലി സെലക്ട് ചെയ്യണം, നോർമാലിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ അതായത് ഇപ്പൊ ഞാൻ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് റിസർച്ച് നടത്തുന്നത് വെച്ചെങ്കിൽ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് മാത്രമേ എന്റെ സാമ്പിൾ ആയിട്ട് വരാൻ പാടുള്ളൂ. അതല്ലാതെ 5ാം ക്ലാസ്സിലെ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയൊന്നും പാടില്ല. അതേപോലെ തന്നെ ഒരേപോലെ എടുക്കണം. ഇപ്പൊ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് 100 പേര്, കൊല്ലത്ത് നിന്ന് 100 പേര്, പത്തനംതിട്ടയിൽ നിന്ന് 100 പേര്, അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ഒരേപോലെ എടുക്കണം. ഇതൊക്കെ പാരാമെട്രിക്കിന്റെ അസംഷൻസ് ആണ്. ഈ നോർമാലിറ്റി, ഹോമോജിനിറ്റി എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സാധനങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന റിസർച്ചിൽ ഈ പറയുന്ന അസംഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് ചെയ്യാം. പാരാമെട്രിക് ഓക്കെ ആണോ? ഇപ്പോ ഓക്കെ ആണോ? ഓക്കെ. ഇനി നോൺ പാരാമെട്രിക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആദ്യം അതിന്റെ ഏതൊക്കെയാണ് ടെക്നിക്സ് വരുന്നത് നോക്കാം. അതായത് ഏതൊക്കെയാണ്, കൈ സ്ക്വയർ, മെൻവിഗ്നി യു ടെസ്റ്റ്, സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ, ഇതൊക്കെ നോൺ പാരാമെട്രിക് ആണ്. നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കൈ സ്ക്വയറിലൊക്കെ നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നുണ്ടെങ്കിലും എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവമല്ലേ. നമ്മളിപ്പോ സാമ്പിൾ മീഡിയം ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ ഹൈപ്പോത്തസിസ് വെക്കുന്നുണ്ടെങ്കിലും ശരിക്കും എന്താണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് അവിടെ നടക്കുന്നില്ല. കണ്ടോ, ഡു നോട്ട് ഇൻവോൾവ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ പാരാമീറ്റർ. കാരണം ഇവിടെ മെയിൻ ആയിട്ട് പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് പാരാമെട്രിക്കിന്റെ അസംഷൻസ് മീറ്റ് ചെയ്യാത്തത് കൊണ്ടുവയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 10ാം ക്ലാസ്സിൽ 10,000 പേരെ വേണമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അവര് പറയുന്ന ക്രൈറ്റീരിയ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ കൊല്ലത്ത് നിന്ന് 100 പേര്, തിരുവനന്തപുരത്ത് നിന്ന് 100 പേര്, അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം, നോൺ പാരാമെട്രിക് ചെയ്യാം. അസംഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് നോൺ പാരാമെട്രിക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നോൺ പാരാമെട്രിക്കും പാരാമെട്രിക് എന്താണെന്ന്?
അപ്പോ അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ആണ്, നോർമാലിറ്റി പറയുന്നില്ല. ഇനി അസംഷൻസ് ഒന്നും കൂടെ പറയാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. അസംഷൻസ് ഓഫ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റി. അസംഷൻസ് നോക്കുമ്പോൾ ആദ്യത്തെ പറയുന്നത് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ റിസർച്ച് സാമ്പിൾ ഈസ് ടേക്കൺ ഈസ് ടു ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കണം. അതായത് ഞാൻ ഈ പറഞ്ഞത് ഓർത്ത് വയ്ക്കാം, എല്ലാത്തും ഒരേപോലെ എടുക്കുക. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ അവരെ മാത്രം എടുക്കുക. +2ലും കോളേജ് സ്റ്റുഡൻസിനും ഒന്നും എടുത്തിട്ട് കാര്യമില്ല, നോർമാലിറ്റി വേണം. ദിസ് ഓൾസോ റെഫേർഡ് ആസ് അസംഷൻ ഓഫ് നോർമാലിറ്റി. അല്ലെങ്കിൽ അതിനെ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. ഇതിനെ ഗോഷ്യൻ, ഗോസ് ഓർ ലാപ്ലേസ് ഗോസ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയാം. 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്, മീൻ ആൻഡ് വേരിയൻസ്. ഓർത്തേക്ക് നമ്മൾ മീൻ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്തിട്ടുണ്ട്, വേരിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വേരിയബിൾസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇന്റർവെൽ ഓർ റേഷ്യോ സ്കെയിൽ. നമ്മുടെ വേരിയബിൾസ് എങ്ങനെയായിരിക്കണം, ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ആയിരിക്കണം. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എന്താ, നോമിനൽ ഓർഡിനൽ ആദ്യം അറിയണം. നോമിനൽ എന്ന് പറയുമ്പോൾ എന്താ, ജസ്റ്റ് നമ്പർ അസൈൻ അല്ലെങ്കിൽ നെയിം അസൈൻ ചെയ്യാനായിട്ട്, അതാണ് നോമിനൽ എന്ന് പറയുന്നത്. ഓർഡിനൽ എന്ന് പറയുമ്പോൾ എന്താ, റാങ്ക് ഓർഡർ ആണ്, റാങ്ക് അസൈൻ ചെയ്ത് ചെയ്യുന്നതാണ് ഓർഡിനൽ എന്ന് പറയുന്നത്. ഇന്റർവെൽ ആവുമ്പോൾ നമ്മൾ നെയിം കൊടുക്കുന്നുണ്ട്, റാങ്ക് കൊടുക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ അവിടെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. അതാണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇനി റേഷ്യോ ഉണ്ട്. റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാതും ഏകദേശം സെയിം ആയിരിക്കും. 0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് റേഷ്യോ. ഇതൊക്കെ 104 കേട്ടോ. നമുക്ക് ഇപ്പൊ അത് പറയാനായിട്ട് നേരമില്ല. ഇവിടെ എന്താണ്, പാരാമെട്രിക്കില് ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ ആയിരിക്കണം. ഓക്കെ, there are 4 scales of measurement: nominal, ordinal, interval and ratio. പാരാമെട്രിക്കിൽ എത്തുമ്പോൾ അതെന്ത് വേണം, ഇന്റർവെൽ ആൻഡ് റേഷ്യോയിലായിരിക്കണം. In interval ratio scales to the ordinal scale, as the categories can be ranked and are exclusive as well, but the degree of difference between 2 participants is same. Interval scale എങ്ങനെയാണ്, നമ്മൾ റാങ്ക് അസൈൻ ചെയ്യും, പക്ഷെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. ഓർഡിനൽ അങ്ങനെയല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓർഡിനൽ സ്കെയിൽ ആണ് കേട്ടോ പറയുന്നത്. ഓർഡിനൽ സ്കെയിൽ പറയുന്നു. ഓർഡിനൽ സ്കെയില് മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 97, 95, 63. ഇത് ഓർഡിനൽ സ്കെയിലാണ് പറയുന്നത്. ഞാൻ റാങ്ക് കൊടുത്തു, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്. ഇനി അവിടുത്തെ ഡിഗ്രി ഓഫ് ഡിഫറൻസ് നോക്കാം. ആദ്യത്തെ 2 മാർക്കിന്റെ ഡിഫറൻസ് എത്രയാ, 95 മാർക്കും 97 മാർക്കും 2 മാർക്കിന്റെ ഡിഫറൻസ് ആണ്. 95ഉം 63ഉം തമ്മിൽ എത്ര മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്, 7, 80, 10, 18, 5, 23 മാർക്കിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഇവിടെ എന്തല്ല, സെയിം അല്ല. അതാണ് ഓർഡിനൽ സ്കെയിൽ. ഡിഗ്രി ഓഫ് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കില്ല. ഇനി ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. അതായത് ഫസ്റ്റ് റാങ്കിന് 97 മാർക്ക്, സെക്കൻഡ് റാങ്കിന് 95 മാർക്ക്, തേർഡ് റാങ്കിന് 93 മാർക്ക്. ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആണ്. ഇപ്പൊ ഓക്കെ ആണോ? ഇന്റർവെല്ലും ഓർഡിനലും ഇന്റർവെൽ സ്കെയിലും ഓക്കെ ആണോ? പറഞ്ഞേ, ഇന്റർവെൽ ആൻഡ് ഓർഡിനൽ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ജസ്റ്റ് ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റാങ്ക് കൊടുക്കല് മാത്രമാണ്. ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ഇല്ല. കണ്ടപ്പോ 97, 95, 63. മൂന്നാമത്തെ റാങ്ക് കിട്ടിയ ആൾക്ക് 63 മാർക്കാ. 95ൽ നിന്ന് എന്തോരം അകലെ കിടക്കുന്നത്. പക്ഷെ അത് ഇന്റർവെല്ലിൽ പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കും. 97, 95, 93. ഡിഗ്രി ഓഫ് ഡിഫറൻസ് കണ്ടോ, എല്ലാവർക്കും 2 മാർക്ക് വീതമാണ് ഇങ്ങനെ ഡിസ്റ്റൻസ് വന്നിരിക്കണം. അവിടുത്തെ ഒരു ഡിഫറൻസ്. ഇനി റേഷ്യോ സ്കെയിൽ, ഇനി ഈ പറയുന്ന ആദ്യത്തെ 3 സ്കെയിൽ, അതായത് നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, ഇവിടെ ഒന്നും എന്തുണ്ടായിരിക്കില്ല, 0 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. അതായത് ഇപ്പൊ ഗോതമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വിചാരിക്കാം. അപ്പൊ ഗോതമ്പ് ഇല്ല എന്ന് പറയുമ്പോ എന്താണ്, ഇവിടൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനങ്ങോട്ട് ഒഴിവാക്കി വിടും. പക്ഷെ റേഷ്യോയിലേക്ക് എത്തുമ്പോ എന്ത് പറയും, 0 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. റേഷ്യോയിലേക്ക് എത്തുമ്പോ 0 kg വെയിറ്റ് എന്നത്. അപ്പൊ അവിടെ കറക്റ്റ് അത് എഴുതി. മറ്റേലൊന്നും ഗോതമ്പില്ലേ, അപ്പൊ എന്നാ പിന്നെ എഴുതണ്ട, അതിനെ വിട്ടു എന്ന് പറയും. റേഷ്യോയിലേക്ക് എത്തുമ്പോ അവിടെ കറക്റ്റ് 0 kg എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതാണ് റേഷ്യോ സ്കെയിൽ. അപ്പൊ ഓർഡിനലിന്റെയും നോമിനലിന്റെയും ഇന്റർവെലിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസ് ഈ 0 വാല്യൂ ഉണ്ടായിരിക്കും. അതാണ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ്
all the scale, nominal, ordinal, and interval. Further, it also has an absolute zero. കണ്ടോ, ഒരു absolute zero ഉണ്ടായിരിക്കും. That indicates presence or absence of certain property or characteristics. അതായത് ഒരു certain characteristics ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയും. മറ്റൊരാണെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് അങ്ങോട്ട് എടുക്കുന്നില്ല, അത് ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കി. പക്ഷെ റേഷ്യോ സ്കെയിൽ എന്താണ്, certain പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കും. ഇതാണ് റേഷ്യോ സ്കെയിൽ. അപ്പൊ ഈ ഇന്റർവെല്ലും റേഷ്യോ ആണ് എവിടെ എടുക്കുന്നത്, പാരാമെട്രിക്കിൽ എടുക്കുന്നത്. ഇനി ഒബ്സർവേഷൻസ് നീഡ് ടു ബി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ എന്റെ മാർക്ക് കുറച്ചെന്ന് വെച്ചിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ മാർക്ക് കുറയാനായിട്ട് പാടില്ല. ഇപ്പൊ ഞാൻ എന്റെ മാർക്ക് കുറച്ചെന്ന് വെച്ചിട്ട് മീനുന്റെ മാർക്ക് കുറയാനായിട്ട് പാടില്ല. മീനുന്റെ മാർക്ക് എടുത്തു മാറ്റിയെന്ന് വെച്ചിട്ട് ഷഫീലയുടെ മാർക്ക് കുറയാനായിട്ട് പാടില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത്. ദ ഒബ്സർവേഷൻ നീഡ് ടു ബി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കണം. അതായത് വേരിയൻസ് എങ്ങനെയാണ്, ഹോമോജീനിയസ് ഒരേപോലത്തെ ഡാറ്റ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10th സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് തന്നെ എടുക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ റിസർച്ച് സാമ്പിൾ ഈസ് ടേക്കൺ ഡിസ്പ്ലേ വേരിയൻസ് ദാറ്റ് ഈസ് ഹോമോജീനിയസ് ഓർ ഡിസ്പ്ലേ വേരിയൻസ് ദാറ്റ് ഈസ് സെയിം ഓർ ഇൻ സർട്ടൻ കേസസ് ഹാവ് എ റേഷ്യോ ഓഫ് വേരിയൻസ് ദാറ്റ് ഈസ് അൺനോൺ. That is top. To understand same variance, it is a measure of the dispersion of a set of data points around their mean value. ഇനി നോൺ പാരാമെട്രിക് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, നോൺ പാരാമെട്രിക്കിൽ വരിക. നോർമാലിറ്റി വേണ്ട, കണ്ടോ, നോ അസംഷൻസ് ഓഫ് നോർമാലിറ്റി. പിന്നെ സാമ്പിൾ സ്മോൾ ആണെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് 4 or 6 സാമ്പിൾസ് മാത്രമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നോൺ പാരാമെട്രിക് ചെയ്യാം. പാരാമെട്രിക്കിൽ പറയുന്നത് 30 ആണ് മിനിമം സാമ്പിൾ എന്ന് പറയുന്നത്, സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്. പിന്നെ വേരിയബിൾസ് മെഷർ ചെയ്യുന്നത് ഏത് ടേംസിലാണ്, നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ 4 സ്കെയില്, അതിൽ ആദ്യത്തെ 2 നോമിനൽ ആൻഡ് ഓർഡിനൽ, ഇതാണ് നോൺ പാരാമെട്രിക്കിൽ വരിക. മറ്റേതിൽ വരുന്നത് ഇന്റർവെൽ ആൻഡ് റേഷ്യോ. ഇനി ഒബ്സർവേഷൻസ് നീഡ് ഡോട്ട് ബി ഇൻഡിപെൻഡന്റ്, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. ആൻഡ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ റിസർച്ച് സാമ്പിൾ ഈസ് ടേക്കൺ ഫ്രം നീഡ് നോട്ട് ഡിസ്പ്ലേ ഹോമോജീനിയസ് വേരിയൻസ് ആയിരിക്കണമെന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ക്രൈറ്റീരിയസ് ഒന്നും മീറ്റ് ചെയ്യാത്ത സാധനം എപ്പോഴും നല്ലത് നോൺ പാരാമെട്രിക്കിൽ ചെയ്യാണ്. കഷ്ടപ്പെട്ട് നമ്മൾ നോൺ പാരാമെട്രിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന റിസൾട്ട് ചിലപ്പോ തെറ്റിപ്പോവും. ഇത്രയും ഓക്കെയാണോ പറഞ്ഞ? അപ്പൊ മനസ്സിലായോ? നോൺ പാരാമെട്രിക്കും പാരാമെട്രിക്കും എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. ഒരു വേണ്ട, 4 ക്രൈറ്റീരിയ ഏതെങ്കിലും ഒന്നിന്റെ പഠിക്കുക. പാരാമെട്രിക് പഠിക്കുകയാണ് ഏറ്റവും, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് എഴുതാം, നോൺ പാരാമെട്രിക് എഴുതാം. അത്രയും മതി. ഓക്കെ ആണല്ലോ? ഇനി ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് when the assumptions and conditions and parametric statistics are met, പാരാമെട്രിക്കിന്റെ അസംഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമുക്ക് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ടെസ്റ്റുകളാണ് കേട്ടോ നമ്മൾ പഠിക്കും. പേരുകളൊന്നും നോക്കിയേക്ക്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റ്, അനോവ, പിയർസൺ, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്തിനാണ്? 2 ഗ്രൂപ്പോ സാമ്പിൾസിന്റെയോ ഡിഫറൻസ് കാണാനായിട്ടാണ് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. 2 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സാമ്പിൾ. ഇനി പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ്സ് ഹാവിംഗ് റിപ്പീറ്റഡ് മെഷേഴ്സ് വി ക്യാൻ യൂസ് ദ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള മെഷേഴ്സ് വരുന്ന 2 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് കാണാൻ പെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യാം. ഒട്ടിക്കാൻ പറ്റില്ല, ചേച്ചിയോട് പറയും. ഈ അടുത്തത് അനോവ പറയുന്നുണ്ട് മോർ ദാൻ 2 ഗ്രൂപ്പ്സ് ആണെങ്കിൽ, 2ൽ കൂടുതൽ ഗ്രൂപ്പുകളാണ് നമുക്ക് ഡിഫറൻസ് കാണാനുള്ളതെങ്കിൽ അനോവ വെച്ചിട്ട് ചെയ്യാം. ഇനിയിപ്പോ പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, 2 വേരിയബിൾസിന്റെ ഇടയിലുള്ള റിലേഷൻ കാണാനുള്ള പാരാമെട്രിക്കിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് എന്ത്, പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. നമ്മൾ 2 പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇതിലാണ് 104 പഠിച്ചിട്ടുണ്ട്. പിയർസണും സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷനും. പി പാരാമെട്രിക് ആണ് കേട്ടോ. അപ്പൊ പി ഓർത്ത് വയ്ക്കാം. പിയർസൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ പാരാമെട്രിക്കിൽ വരുന്നതാണ് പി. മറ്റേത് സ്പിയർമാൻസ് റാങ്ക് ഓർഡർ കോറിലേഷൻ നോൺ പാരാമെട്രിക്കിൽ വരുന്നതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കുക ജസ്റ്റ്. പിന്നെ അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക്. ഞാനിവിടെ നമ്മുടെ നോട്ടിലൊരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും. പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ
പോപ്പുലേഷനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് പാരാമെട്രിക് ചെയ്താൽ കിട്ടും. ഇനി നോൺ പാരാമെട്രിക് ആണെങ്കിൽ നമുക്ക് അധികം ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ അസംഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് ഒരുപാട് അസംഷൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, നോൺ പാരാമെട്രിക് ചെയ്യാം. ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, നോർമൽ ആയിരിക്കണം. ഇവിടെ നോർമൽ ആവണമെന്ന് നിർബന്ധമില്ല. സാമ്പിൾ സൈസ് ഇവിടെ ഓവർ 30, സൈസ് ടു ബി ഓവർ 30 ആണ്. ഇവിടെ ചെറിയ സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്റർപ്രറ്റബിലിറ്റി ഈസി ടു ഇന്റർപ്രറ്റ് ആണ്. പാരാമെട്രിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇംപ്ലിമെന്റേഷൻ അതേപോലെ തന്നെയാണ്. ഇംപ്ലിമെന്റേഷൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, വലിയൊരു പോപ്പുലേഷനിലോട്ട് നമുക്ക് ജനറലൈസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ സാമ്പിൾ സൈസും പോപ്പുലേഷൻ സൈസും ഒക്കെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. റിലയബിലിറ്റി നോക്കുകയാണെങ്കിൽ പാരാമെട്രിക് കുറച്ചുകൂടി പവർഫുൾ ആൻഡ് റിലയബിൾ ആയിരിക്കും. ഇവിടെ ലെസ് പവർഫുൾ, റിലയബിൾ ആണ്. വേരിയബിൾസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആയിരിക്കും. ഇവിടെ എന്താണ് കണ്ടിന്യൂസ്, ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് കാറ്റഗറിക്കൽ ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ്. സെന്റർ ടെൻഡൻസി നോക്കുകയാണെങ്കിൽ മീൻ വെച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ മീഡിയൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഔട്ട്ലയേഴ്സ് നോക്കുകയാണെങ്കിൽ ഔട്ട്ലയേഴ്സ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ലെസ് എഫക്റ്റഡ് ബൈ ഔട്ട്ലയേഴ്സ്. നൾ ഹൈപ്പോത്തസിസ് നോക്കുകയാണെങ്കിൽ പാരാമെട്രിക്കൽ ആക്യുറേറ്റ് ആയിരിക്കും. ഇവിടെ നൾ ഹൈപ്പോത്തസിസില് നോൺ പാരാമെട്രിക്കില് ലെസ് ആക്യുറേറ്റ് ആയിരിക്കും. എക്സാമ്പിൾസ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഒന്ന് നോക്കുക. അതേപോലെ തന്നെ നോൺ പാരാമെട്രിക് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ പുറമെന്ന് അയ്യോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ ഒന്നും വേണ്ട. നമ്മൾ പഠിക്കുന്നത് ഇവിടെ ഈ ടെക്സ്റ്റിൽ നമ്മൾ എന്തൊക്കെ പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും പഠിക്കുന്നുണ്ട് അത് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഓക്കെ. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ്. ഇതിലെ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതായത് ഇവിടെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് കാണുക എന്ന് പറയുന്നത് എന്താ, ചിലപ്പോ ഇപ്പൊ ഞാനൊരു 10 പേരുടെ മാർക്ക് എടുത്തിട്ട് ഞാൻ പഠിക്കുന്നു. ഇപ്പൊ 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ്, ഞാൻ 10 പേരുടെ ഡാറ്റ എടുത്തിട്ട് ഞാൻ മീൻ കണ്ടു. അതേപോലെ തന്നെ ഷെമീന മീൻ കണ്ടു എന്ന് വിചാരിക്കുക. 2 പേർക്കും ഒരേ മീൻ കിട്ടി. അതിൽ പക്ഷെ എന്തുണ്ടായിരിക്കും, ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഇനി വേണ്ട, ഞാൻ 10ാം ക്ലാസ്സിൽ തന്നെ 10 കുട്ടികളെ ഞാൻ എടുത്തു, 10 കുട്ടികളെ ഷെമീൻ എടുത്തു. 2 പേരുടെയും മീൻ ഡിഫറൻസ് ആണ്. അപ്പൊ എന്തോരം ഡിഫറൻസ് വരുന്നുണ്ട്. ഇതാണ് ശരിക്കും നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് കാണുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 2 ഗ്രൂപ്പ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, 2 സാമ്പിൾസ് ആണ് കയ്യിലുള്ളതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ടി ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ടി ടെസ്റ്റ്, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഇതുവരെ എക്സാമിന് വന്നിട്ടില്ല പ്രോബ്ലം, അപ്പൊ വരില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോൺസെപ്റ്റുകൾ അതായത് നൾ ഹൈപ്പോത്തസിസ് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ സ്റ്റാൻഡേർഡ് എറർ പറയുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ജസ്റ്റ് എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്റ്റാൻഡേർഡ് എറർ എന്താണെന്ന്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഒരേ പോപ്പുലേഷനിൽ നിന്ന് 10 പേരെ ഞാൻ എടുത്തു, 10 പേരെ ഞാൻ 10 പേരെ എടുത്തു, നിങ്ങൾ ആരെങ്കിലും ഒരാൾ 10 പേരെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മള് പ്രോബ്ലം ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ സാമ്പിളിനെ എടുത്തത്. They are different from each other. The researchers will also compute means and standard deviation for their respective sample. എന്നിട്ട് ഞാൻ അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടു. ഷെമീൻ അതേപോലെ തന്നെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടു. It is expected that the means and standard deviation would be same because the sample has been randomly drawn from the same population. But in reality, that may not happen. The mean of one sample may be lower or higher than the mean computed for another sample. അപ്പോൾ ഞാൻ എടുത്തത് 10 ഏലത്തെ കുട്ടികൾ തന്നെയാണ്, ഷെമീൻ എടുത്തതും 10 ഏലത്തെ കുട്ടികൾ തന്നെയാണ്. ഡിഫറെന്റ് ആണ്. ഞാൻ എടുത്ത 10 പേരല്ല ഷെമീൻ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും, ഒരേ ക്ലാസ്സിലത്തെ കുട്ടികളാണ്, അപ്പൊ മീൻ സെയിം ആയിരിക്കും എന്ന് വിചാരിക്കും. ശരിക്കും റിയാലിറ്റിയിൽ ശരിക്കും എങ്ങനെയാണ്, മീൻ സെയിം ആയിരിക്കില്ല. അപ്പൊ ഒരേ പോപ്പുലേഷനിൽ നിന്ന് 2 സാമ്പിൾ അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് എടുത്ത് ചെയ്തിട്ട് അതിന്റെ മീനിന്റെ ഡിഫറൻസ് കാണാനാണ് നമ്മൾ ശരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരേ പോപ്പുലേഷനിൽ നിന്ന് 2 സാമ്പിൾസ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകൾ എടുക്കുന്നു, അതിന്റെ മീനിന്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒക്കെ ഡിഫറൻസ് കാണുന്നു. ഇതാണ് എന്ത്, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഞാനെടുത്ത സ്റ്റുഡന്റ് അല്ല ഷെമീൻ എടുത്തിട്ടുള്ളത്, അവർ തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ?
ഇതാണ് കേട്ടോ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ്. ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ കോൺസെപ്റ്റുകൾ നോക്കുക, ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കുക, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 2 ടൈൽഡ് 1 ടൈൽഡ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയാൽ മതി. പ്രോബ്ലം ഞാൻ നിർബന്ധിക്കുന്നില്ല, കാരണം ഇതുവരെ വന്നിട്ടില്ല. ഇനി അടുത്തത് കോൺസെപ്റ്റ് ഓഫ് വേരിയൻസ്, അതായത് അനോവ. അനോവ കൊണ്ടുവന്നത് ആരാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ എ ഫിഷർ ആണ് 1930 കൊണ്ടുവന്നിട്ടുള്ളത്. ദ കോൺസെപ്റ്റ് ഓഫ് വേരിയൻസ് ഈസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ അഡ്വാൻസ്ഡ് വർക്ക് വെർ ഇറ്റ് ഈസ് പോസിബിൾ ടു സ്പ്ലിറ്റ് ദ ടോട്ടൽ ഇൻടു സെവറൽ പാർട്സ് ഈച്ച് ആട്രിബ്യൂട്ടബിൾ ടു ദ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് കോസിംഗ് വേരിയേഷൻസ് ഇൻ ദെയർ ഒറിജിനൽ സീരീസ്. അതായത് നമ്മൾ ഇവിടെ വേരിയൻസ് കാണുന്നത് എങ്ങനെയാണ്? അതിനെ 3 ഗ്രൂപ്പുകൾ നമുക്ക് തരും, അതിന്റെ ഡിഫറൻസ് കാണും. അപ്പൊ നമ്മൾ ടി ടെസ്റ്റ് പറഞ്ഞല്ലോ, 2 ഗ്രൂപ്പുകളുടെ ഡിഫറൻസ് കാണാനായിട്ടാണ് ടി ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അനോവ ചെയ്യുന്നത് എപ്പോഴാണ്? മോർ ദാൻ 2 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സാമ്പിൾസ്, 2ൽ കൂടുതൽ ഗ്രൂപ്പുകളോ സാമ്പിളോ ഉണ്ടെങ്കിൽ മീനിന്റെ ഡിഫറൻസ് കാണാൻ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? അനോവ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ വേരിയൻസ് പറയുന്നത് എന്താ? It is the mathematical expectations of the average square deviation. Square deviation average ആണ് ശരിക്കും എന്ത്? അതിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ, വേരിയൻസിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഹെൽപ്പ് ഇൻ സെപ്പറേറ്റിംഗ് ദ വേരിയബിലിറ്റി ഇൻ ടു ഫാക്ടേഴ്സ് ദാറ്റ് ആർ റാൻഡം ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ സിസ്റ്റമാറ്റിക്. ദ വേരിയൻസ് അതായത് എസ് സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് എന്ന് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, അതിന്റെ സ്ക്വയർ അല്ലെങ്കിൽ മീൻ സ്ക്വയർ, ഇതൊക്കെ വേരിയൻസ് ആണ്. മീൻ സ്ക്വയർ ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ സ്ക്വയർ ഡീവിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സ്കോർസ് ഫ്രം ദെയർ മീൻസ്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ മീൻ ഓഫ് ദ സ്ക്വയർ ഡീവിയേഷൻ ഓഫ് ദ സ്കോർസ്. വേരിയൻസ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് വി ഈക്വൽ ടു എസ് ടി സ്ക്വയർ ആണ് കേട്ടോ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ, എസ് ടി സ്ക്വയർ, അതാണ് വേരിയൻസ്. ഇപ്പൊ ഈ വേരിയൻസ് ഒക്കെ നമ്മൾ എവിടെ എഴുതുന്നത് നമുക്ക് സംശയം വരും. അനോവയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് വേണം? അനോവേനെ എഴുതുന്നതിന് മുൻപ് വേരിയൻസ് എന്താണെന്ന് എഴുതണം. കാരണം അനോവ എന്ന് പറയുന്നത് എന്താ? കോൺസെപ്റ്റ് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അപ്പൊ വേരിയൻസിന്റെ ഒരു 4 സെന്റൻസ് പഠിച്ചു വെക്കാം. എന്നിട്ട് അനോവ എന്താണെന്ന് എഴുതാം. അനോവയുടെ പ്രോബ്ലം വരുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ വെറുതെ പ്രോബ്ലം എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അനോവയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അനോവ എന്ന് പറയുന്നത് എന്താ? കോൺസെപ്റ്റ് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ് കേട്ടോ, വേരിയൻസ്. അപ്പൊ വേരിയൻസ് ആദ്യം എന്താണെന്ന് അവിടെ എഴുതണം, എന്നിട്ട് വേണം അനോവ എന്താണെന്ന് എഴുതാൻ. കാരണം ആ വേരിയൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 1923 റൊണാൾഡ് എ ഫിഷർ ആണ് അനോവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് എഫ് ടെസ്റ്റ് ആണ്. അതായത് വാസ് ഗിവൺ ടു ബൈ ജോർജ് ഡബ്ല്യു സ്നെഡക്കർ ഇൻ ഹോണർ ഓഫ് ഫിഷർ. അപ്പൊ ആദ്യം ഇതിനെ എഫ് ടെസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് എന്താണ് നമ്മൾ അനോവയാക്കി. ആസ് ദ നെയിം സജസ്റ്റ്, അനോവ ഈസ് മെയിൻലി റിലേറ്റഡ് ടു വേരിയൻസ് റാദർ ദാൻ സ്റ്റാൻഡേർഡ് എറർ ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇവിടെ എന്താണ്? വേരിയൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്, അല്ലാതെ സ്റ്റാൻഡേർഡ് എററോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല. സ്റ്റാൻഡേർഡ് എറർ ടി ടെസ്റ്റിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? വേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഓർഡർ ടു മെഷർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ 2 or more സാമ്പിൾ മീൻസ് അറ്റ് ദ സെയിം ടൈം. കണ്ടോ, ബിറ്റ്വീൻ 2 or more, 2 അതിൽ കൂടുതലോ സാമ്പിൾ മീൻസിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? അനോവ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് also how it can be termed as more advantageous when compared to ടി ടെസ്റ്റ്. അപ്പൊ ടി ടെസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ഏതാണ്? അനോവയാണ്. അനോവ ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഫോർ ഇൻഡിപെൻഡന്റ് മെഷേഴ്സ് ആസ് വെൽ ആസ് റിപ്പീറ്റഡ് മെഷേഴ്സ്. അനോവ എന്ത് ചെയ്യാം? റിപ്പീറ്റഡ് മെഷേഴ്സിലും ചെയ്യാം, ഇൻഡിപെൻഡന്റ് മെഷേഴ്സിലും ചെയ്യും. ഓക്കെ ആണ്. അപ്പൊ അനോവ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ അനോവയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്താ? അനോവയുടെ ആദ്യം വേരിയൻസ് എഴുതാം, ആൻഡ് ദെൻ അനോവേനെ കുറിച്ച് എഴുതാം. അസംഷൻസ് എഴുതണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, പഠിച്ചവർക്ക് എഴുതാം. എന്നാലും അസംഷൻസ് ഒന്ന് നോക്കിയിട്ട് പോവാം. അതായത് ഒന്നുമില്ല, പാരാമെട്രിക്കിന്റെ അസംഷൻസ് എന്താണോ അതന്നെയാണ് അനോവയിലും വരുന്നത്. നോർമൽ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഹോമോജീനിയസ് ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ ഇന്റർവൽ റേഷ്യോ സ്കെയിലാണ്. ഇതൊക്കെ തന്നെയാണ് ഇതിന് വരുന്നത്, അനോവയിൽ വരുന്നത്. അപ്പൊ പാരാമെട്രിക്കിന്റെ അസംഷൻസ് എവിടെയും എഴുതാം, അസംഷൻസ് ഓഫ് അനോവയിലും എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വേരിയൻസിനെ കുറിച്ച് ഏതെല്ലാം പോയിന്റ്സ് ഒന്ന് പറയാമോ? ഇത്ര എഴുതിയാ മതിയോ? ടേം ആരാണ് പറഞ്ഞതെന്നും പിന്നെ വേരിയൻസ് ആരാണ് പറഞ്ഞത്? ആർ എ ഫിഷർ ആണെന്ന് പറയാ. എന്താ ഇവിടെ നോട്ട് എഴുതിയാൽ മതി. വേരിയൻസ് ഈസ് എ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ പോയിന്റ്സ് അറൌണ്ട് ദെയർ മീൻ വാല്യൂ. ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ എക്സ്പെക്ടേഷൻ ഓഫ് ദ ആവറേജ് സ്ക്വയർ ഡീവിയേഷൻ. അത്ര എഴുതിയാലും മതി.
Okay. രണ്ടോ മൂന്നോ പോയിന്റ് വേരിയൻസ് എഴുതാം ആൻഡ് ദെൻ അനോവ എഴുതാം. കാൽക്കുലേറ്റ് ഇങ്ങനെ എഴുതണോ? കാൽക്കുലേറ്റ് ചെയ്ത് വേരിയൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അനോവ എഴുതണോ? അനോവേനെ കാൽക്കുലേറ്റ് ചെയ്യാനല്ല, വേരിയൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അനോവ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അത് നമ്മൾ വേരിയൻസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അനോവ എഴുതുന്നത്. അപ്പൊ കണ്ടില്ല, അനോവ ഇവിടെ വരുന്നുണ്ട്. അനോവയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കണ്ടോ? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ഓർഡർ ടു മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 or more than സാമ്പിൾ ബിറ്റ്വീൻ ദ സെയിം. അല്ല, ഇത് ഇവിടെ ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു വേരിയൻസ് റാദർ ദാൻ സ്റ്റാൻഡേർഡ് എറർ ഓർ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ. കണ്ടോ, വേരിയൻസിനാണ് അവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അനോവയിൽ, അല്ലാതെ സ്റ്റാൻഡേർഡ് എററോ സ്റ്റാൻഡേർഡ് ഡിവിയേഷനോ അല്ല. അപ്പൊ ഈ കോൺസെപ്റ്റ് ഓഫ് വേരിയൻ അനാലിസിസ് ഓഫ് വേരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയൻസിനെ പറ്റി ആദ്യം എഴുതുന്നത്, എന്നിട്ട് വേണം അനോവ എഴുതാനായിട്ട്. കാരണം വേരിയൻസ് എന്താണെന്ന് പറയണല്ലോ, എന്നിട്ടല്ലേ വേരിയൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് കൈ സ്ക്വയർ ആണ്. ഇതില് പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ ഇമ്പോർട്ടന്റ് വരുന്നത് ഫാക്ടോറിയൽ ഡിസൈൻസ് ആണ് കേട്ടോ. പഠിച്ചിട്ടുള്ളവരെ ഒന്ന് നോക്കി പോവുക. ഫാക്ടോറിയൽ ഡിസൈൻസ് വരുന്നുണ്ട്, അതായത് കുഴപ്പമില്ല, എളുപ്പമുള്ളതാണ്. അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് അനോവ the independent variable is categorical in nature and has more than 2 categories or levels, and the dependent variable is continuous in nature. ഇപ്പൊ ഇവിടെ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും, അതായത് 2 കാറ്റഗറീസോ അല്ലെങ്കിൽ ലെവൽസ്, മോർ ദാൻ 2 കാറ്റഗറീസ്, 2 അതിൽ കൂടുതലോ കാറ്റഗറീസോ ലെവൽസ് ഒക്കെ വരികയാണെങ്കിൽ ഏത് യൂസ് ചെയ്യാം, ഫാക്ടോറിയൽ ഡിസൈൻസ് യൂസ് ചെയ്യാം. വിത്ത് റിഗാർഡ് ടു two-way ANOVA, there are 2 independent variables that are both categorical and can have 2 or more categories or levels, and there is 1 dependent variable that is continuous in nature. ഇനി two-way ANOVA ഉണ്ട്, നമ്മൾ one-way ANOVA മാത്രമാണ് പഠിക്കുന്നത്. two-way ANOVA ആരും പഠിക്കണ്ട കേട്ടോ, വരില്ല. one-way ANOVAയുടെ പ്രോബ്ലം മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പൊ two-way ANOVA എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരുന്നു, കൂടുതലോ കാറ്റഗറീസോ ലെവൽസോ ഉണ്ടായിരിക്കും. one-way ANOVA എന്ന് പറയുമ്പോൾ 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമാണ്. two-way ANOVA എന്ന് പറയുമ്പോൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഡിസൈൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ക്യാൻ ബി ടേംഡ് ആസ് ഫാക്ടോറിയൽ ഡിസൈൻസ്. അപ്പൊ ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഫാക്ടോറിയൽ ഡിസൈൻസ് യൂസ് ചെയ്യാം. ഫാക്ടോറിയൽ ഡിസൈൻസ് എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ ഇഫക്ട് ഓഫ് മോർ ദാൻ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഓൺ ദ ഡിപെൻഡന്റ് വേരിയബിൾ. 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ ഇഫക്റ്റിനെ പറ്റി പഠിക്കാനാണ് നമ്മൾ ഫാക്ടോറിയൽ ഡിസൈൻസ് യൂസ് ചെയ്യുന്നത്. അവിടെ ടൈപ്സുകൾ പറയുന്നുണ്ട്, 2x2 ഫാക്ടോറിയൽ ഡിസൈൻ. ഇവിടെ എന്താണ്, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇത്, മറ്റേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇത്. ഓരോന്നിലും 2 ലെവൽസ് ഉണ്ടായിരിക്കും. ആ 2 ലെവലിന്റെ എണ്ണാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇത് ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആദ്യത്തേല് 2 ലെവല്, രണ്ടാമത്തേല് 2 ലെവല്. ഇനി അടുത്തത് 2x3. ഇവിടെ എത്ര വേരിയബിൾസ് ആണ്, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ഇത് ഒന്നാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആദ്യത്തേല് 2 ലെവൽസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തേല് 3 ലെവൽസ് ഉണ്ട്. ഇതാണ് 2x3 ഫാക്ടോറിയൽ ഡിസൈൻ. ഇനി 3x3 എത്ര വേരിയബിൾസ് ആണ് ഒന്ന് പറഞ്ഞേ, എത്ര വേരിയബിൾസ് ആണ് 3x3ല്? എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട് ഒന്ന് പറഞ്ഞേ. പറഞ്ഞിടോ, ആർക്കും വേരിയബിൾസ്, 2 വേരിയബിൾസ് കേട്ടോ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കേട്ടോ, ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ഒന്നാമത്തെ വേരിയബിൾ, ഇത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇത് ഒന്നാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒന്നാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളില് 3 ലെവൽസ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളില് 3 ലെവൽസ് തന്നെ. അപ്പൊ ഇത് ഈ ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എണ്ണം, പിന്നെ ഈ 2 എന്ന് കൊടുത്തേക്കുന്നത് അതിന്റെ ലെവൽസിന്റെ എണ്ണം. ഫോർ എക്സാമ്പിൾ എന്താണ്, ആദ്യത്തെ മെയില്, ഫീമെയില്, ജൂനിയർ, സീനിയർ. ഇവിടെ ഈ 3 നോക്കിയേ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. ഒന്നാമത്തേല് 3 ലെവൽസ് ഉണ്ട്, അതായത് വേണമെങ്കിൽ എന്ത് പറയാം, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഹൈ, മിഡിൽ, ലോ, 3 വേരിയബിൾസ് ആയിട്ട്, അതുപോലെ 3 ലെവൽസ് ആയിട്ട്. പിന്നെ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് അഡോളസൻസ് ആണ്, അതിൽ 3 ലെവൽസ്, ഏർലി, മിഡിൽ ആൻഡ് ലേറ്റ്, അങ്ങനെ 3 ലെവൽസ് ഉണ്ടായിരിക്കും. ഇനി n/k എത്രയാണ്, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ് ഉള്ളത്. ഇത് ഒന്നാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതിൽ ലെവൽസിന്റെ എണ്ണം കറക്റ്റ് പറയുന്നില്ല, അതാണ് n എന്ന് കൊടുത്തു. ഇവിടെ ലെവൽസിന്റെ എണ്ണം കറക്റ്റ് പറയുന്നില്ല, k ലെവൽസ്. ഇനി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടായിരിക്കും, 2x2 എത്ര വേരിയബിൾസ് ആയിരിക്കും ഒന്ന് പറഞ്ഞേ. 2x2 എത്ര
ആരും പറഞ്ഞത് കേട്ടില്ല എനിക്ക്. ടൈപ്പ് ചെയ്താലും 3 വേരിയബിൾസ്, 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓരോന്നിലും 2 ഈച്ച ലെവൽസ് ഉണ്ടോ. ആദ്യത്തേല് മെയില് ഒരു കാറ്റഗറി, ഫീമെയിൽ ഒരു കാറ്റഗറി. രണ്ടാമത്തേല് ജൂനിയർ ഒരു കാറ്റഗറി, സീനിയർ ഒരു കാറ്റഗറി. മൂന്നാമത്തേല് ഹൈ ഒരു കാറ്റഗറി, ലോ ഒരു കാറ്റഗറി. അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി 3x3x3 ഉണ്ട്. അവിടെ എങ്ങനെയാണ്? 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓരോന്നിലും 3 ഈച്ച ലെവൽസ് ഉണ്ടായിരിക്കും. എളുപ്പമല്ലേ? ഫാക്ടോറിയൽ ഡിസൈൻ ഒക്കെ ആയിരുന്നോ? വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോക്കോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഒരു ഷോർട്ട് നോട്ട് ഏതെങ്കിലും മിക്സ് ചെയ്ത് എഴുതാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ച് എഴുതാം. ഇനി അടുത്തത്, അപ്പൊ ഇത്രയാണ് കേട്ടോ വൺ വേ അനോവയുടെ ആ ഒരു ചാപ്റ്ററിൽ. അനോവയ്ക്ക് നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. പിന്നെ കൈ സ്ക്വയർ നമുക്ക് കൈ സ്ക്വയറിന്റെ കുറച്ച് 4 സെന്റൻസുകൾ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏത് പ്രോബ്ലം അറ്റൻഡ് ചെയ്യുമ്പോഴും എന്ത് വേണം? ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വേരിയൻസ് പ്ലസ് അനോവ. ഇവിടെ കൈ സ്ക്വയർ നമ്മൾ എഴുതണം. ഇതേപോലെ തന്നെ 4 സെന്റൻസ് എഴുതാം. അതായത് ടേം കൈ, അതായത് ഗ്രീക്ക് ലെറ്റർ ആണ്, പ്രൊണൗൺസ്ഡ് കൈ. The chi-square test was originally developed by Carl Pearson in 1900 and is sometimes called the Pearson chi-square. According to Garrett, the difference between observed and expected frequencies are squared and divided by the expected number in each case, and the sum of these quotient is chi-square. അതായത് നമ്മുടെ ഫോർമുലയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയേക്കുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. ഇവിടെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ FO മൈനസ് FE. അതിനെന്ത് ചെയ്യുന്നു? അതാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. അതിനെന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അതിനെ R² ആൻഡ് ഡിവൈഡഡ് ബൈ ദ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഫ്രീക്വൻസി. ആൻഡ് ഡിവൈഡഡ് ബൈ ദ എക്സ്പെക്ടഡ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? FE. And in each case, and sum of these quotient is called is chi-square. അതിനൊക്കെ സം കാണുന്നുണ്ട് അല്ലേ? സം ഓഫ് FO മൈനസ് FE സ്ക്വയർ ഡിവൈഡഡ് ബൈ FE. ഇതാണ് നമ്മുടെ എന്ത്? chi-square എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ chi-square. അപ്പൊ ആ ഒരു ഇക്വേഷനെ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡെഫിനിഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. But on the basis of the above definition, it can be said that the discrepancy between observed and expected frequencies expressed in terms of a statistics named chi-square. ഇവിടെ എന്താ പറഞ്ഞ എന്താണ്? ഡിസ്ക്രിപ്പൻസി, ഒബ്സർവ്ഡിന്റെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയുടെയും ഇടയിലുള്ള ഡിസ്ക്രിപ്പൻസിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ടേമിൽ നമ്മൾ എഴുതിക്കുന്നു. അതിനെയാണ് chi-square എന്ന് വിളിക്കുന്നത്. അത്രയും നോക്കാം. അസംഷൻസ് വേണമെങ്കിൽ നോക്കാം. ആൻഡ് ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. chi-square ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. പഠിക്കാൻ നേരമുള്ളവർ മാത്രം, അല്ലെങ്കിൽ മുന്നേ വായിച്ചു നോക്കിയുള്ളവർ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് മാത്രം നോക്കുക. അത്രയും മതി. ഇനി തിയറി വരുന്നത് മൻവിറ്റ്നി യു ടെസ്റ്റ് ആണ്. ഒരു മിനിറ്റ് അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തത് മൻവിറ്റ്നി യു ടെസ്റ്റ്. Mann-Whitney U-test can be explained as a powerful non-parametric test and an effective alternative to independent t-test. അതായത് പവർഫുൾ ആയിട്ടുള്ള ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ഇത് Mann-Whitney U-test എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഓൾട്ടർനേറ്റീവ് ടു ഇൻഡിപെൻഡന്റ് ടി-ടെസ്റ്റ്. നമ്മൾ പാരാമെട്രിക്കലി ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ടി-ടെസ്റ്റ് എന്താണോ അതാണ് നോൺ പാരാമെട്രിക്കിലെ Mann-Whitney U-test. അപ്പോൾ ഓൾട്ടർനേറ്റീവ് അതിന് പകരം ചെയ്യാന്ന് പറയില്ലേ, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ. മറ്റേ ക്രുഷ്കൽ വാലി അനോവ
അങ്ങനത്തെ അനോവയുടെ ഒക്കെ ഡിഫറൻസ് ഒക്കെ വരുമ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടെ എഴുതേണ്ടി വരും. അതായത് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആയിട്ടുള്ള മൻവിറ്റ്നി യു ടെസ്റ്റ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഡിക്വേറ്റ്ലി വിത്ത് വേരിയബിൾസ് ദാറ്റ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂസ്ഡ് വിത്ത് സ്മോൾ സാമ്പിൾസ് വെച്ചിട്ട് ചെയ്യാം. കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് വെച്ചിട്ട് ചെയ്യാം. In terms of power, it is less powerful compared to independent t-test. Independent t-test വെച്ച് നോക്കുമ്പോൾ ഇത് പവർഫുൾ അല്ല. പക്ഷെ പാരാമെട്രിക്കുകളിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മൻവിറ്റ്നി യു ടെസ്റ്റ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിനെ അപേക്ഷിച്ച് ഇത് ലെസ് പവർഫുൾ ആണ്. ബട്ട് ഇറ്റ്സ് പവർ ഈസ് ഹയർ ദാൻ അതർ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. കണ്ടോ, മറ്റുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് മൻവിറ്റ്നി യു ടെസ്റ്റ് ആണ്. മൻവിറ്റ്നി യു ടെസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ 2 സാമ്പിൾ സബ്ഗ്രൂപ്പ്സ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം എ സെയിം പോപ്പുലേഷൻ. 2 സാമ്പിൾ ഒരേ പോപ്പുലേഷൻ നിന്ന് എടുത്തതാണ് നമുക്കറിയാം മൻവിറ്റ്നി യു ടെസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ വിത്ത് റിഗാർഡ് ടു മീഡിയൻ. The assumptions of non-parametric test are applicable to Manvitni U test. Non-parametric applications അല്ലെങ്കിൽ assumptions ഒക്കെ എവിടെ വരുന്നുണ്ട്, Manvitni U ടെസ്റ്റിൽ വരുന്നുണ്ട്. കാരണം നോൺ പാരാമെട്രിക് ആണ്. ഇതവിടെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഡിപെൻഡ് വേരിയബിൾ ദാറ്റ് ഈസ് ടേക്കൺ ഇൻ ദ റിസർച്ച് നീഡ് ടു ഡിസ്പ്ലേ കണ്ടിന്യൂറ്റി. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. 2 sample subgroups are independent and the data is ordinal. Data ordinal ആയിരിക്കും. If the case is data is in interval or ratio form, then the same is converted into rank order. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോയിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ റാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ മൻവിറ്റ്നി യു ടെസ്റ്റിൽ നമ്മൾ റാങ്കിലോട്ട് മാറ്റും, അതായത് ഓർഡിനൽ സ്കെയിലോട്ട് മാറ്റും. ഓർഡിനൽ എന്ന് പറയുന്നത് എന്താ, ജസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. ഡിഗ്രി ഓഫ് ഡിഫറൻസ് സെയിം ആയിരിക്കില്ല. ഇതാണ് ഓർഡിനൽ സ്കെയിൽ. ആ ഓർഡിനലിലോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ മൻവിറ്റ്നി യു ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് റാങ്ക് കൊടുത്ത് ചെയ്യുന്നു. The sample subgroups are to be independent and not correlated. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, കോറിലേറ്റഡ് ആവരുത്. ആ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. പാരാമെട്രിക്കിൽ നിന്ന് നോൺ പാരാമെട്രിക്കിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു അസംപ്ഷൻ ആണ് നമുക്കിവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. നീഡ് ടു ബി ഇൻഡിപെൻഡന്റ് ആൻഡ് നോട്ട് കോറിലേറ്റഡ്. കാരണം എന്താണെന്ന് അറിയോ, ഇവിടെ നോൺ പാരാമെട്രിക്കിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് മൻവിറ്റ്നി യു ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, കോറിലേഷൻ പാടില്ല. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ, നോൺ പാരാമെട്രിക്കില് ഇൻഡിപെൻഡന്റ് ആവണമെന്ന് നിർബന്ധമില്ല, കോറിലേഷൻ ഉണ്ടായാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ട്. പക്ഷെ മൻവിറ്റ്നിയുടെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. കാരണം കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് മൻവിറ്റ്നി ടെസ്റ്റ്. ഓക്കെ ആണോ? അതേപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നോൺ പാരാമെട്രിക് ആകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നില്ലല്ലോ, ഇവിടെ ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം മൻവിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. മറ്റുള്ള നോൺ പാരാമെട്രിക്കിനെ വെച്ച് നോക്കുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് എന്ത്, മൻവിറ്റ്നി എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരാമെട്രിക്കിലെ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്, മൻവിറ്റ്നി യു ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഓർഡിനൽ ആക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം റിസൾട്ടുകൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി അടുത്തത് മീഡിയൻ ടെസ്റ്റ് ആണ്. മീഡിയൻ ടെസ്റ്റ് പഠിക്കുന്നവര് ഒരു പ്രോബ്ലം പഠിച്ചിട്ട് പോകണം. മീഡിയൻ ടെസ്റ്റ് പഠിച്ചിട്ടുള്ളവര്, അതായത് നമുക്ക് പ്രോബ്ലം തരില്ല, മീഡിയൻ ടെസ്റ്റ് എക്സാമ്പിൾ സഹിതം വിശദീകരിക്കാനാണ് പറയാ. അപ്പൊ എന്ത് വേണം, നമ്മളൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചിട്ട് പോകണം. അതല്ലാത്തവര്, അത് നോക്കിയിട്ടില്ലാത്തവരെ ഈ ഒരു സംഭവം അങ്ങനെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, മീഡിയൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പാരാമെട്രിക് ഓൾട്ടർനേറ്റീവ് ഓഫ് ടി ടെസ്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു ഇഫ് ദ മീഡിയൻ ഈസ് ഓഫ് എ സർട്ടൻ ഡാറ്റ ഈസ് എ ഫാസ്റ്റ് അസ്യൂംഡ് മീഡിയൻ ഇൻ വിച്ച് കേസ് വൺ സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഒരു മീഡിയൻ അസ്യൂം ചെയ്യും, എന്നിട്ട് അത് ശരിയാണോ എന്നുള്ളത് നോക്കുന്നതാണ് എന്ത്, സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് വളരെ വൃത്തിക്ക്, നമ്മുടെ സ്റ്റുഡൻസ് മീനു നന്നായിട്ട് നോക്കണം കേട്ടോ. പ്രോബ്ലം ഈ മീഡിയൻ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, നല്ലൊരു പ്രോബ്ലം പഠിച്ചു വെച്ചിട്ട് പോവാ. കാരണം പകുതി തൊട്ട് കൈ സ്ക്വയറാ, അത് തൊട്ട് പകുതി തൊട്ട് കൈ സ്ക്വയറാ ചെയ്യുന്നത്. അപ്പൊ അത് വരയ്ക്കും പ്രശ്നമുള്ളൂ. ബാക്കി അവിടെ തൊട്ട് എന്ത് ചെയ്യാം, കൈ സ്ക്വയർ പഠിച്ചവർക്ക് ബാക്കി അത് ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ ഈ ഒരു ഭാഗം വിടുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയൻ എന്താണെന്ന് എഴുതിയിട്ട് വേണ്ടേ ചെയ്യാൻ? വേണമെന്നില്ല. കാരണം ഇവിടുത്തെ ഈ മീഡിയനില് കുറച്ച് ഡിഫറെന്റ് ഉണ്ട്. സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് നമ്മള് സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. ഇതിൽ വരുന്ന എന്താണെന്ന് എഴുതിയിട്ട്, അല്ല എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് പോയിട്ട് അത് അതേപടി എഴുതിയാൽ മതി. അതെ,
എന്താണെന്ന് സാമ്പിൾ മീഡിയം ടെസ്റ്റ് എന്താണെന്ന് എഴുതണം. ഇവിടെ ആദ്യത്തെ ഒരു 4 പോയിന്റ് ഏതെങ്കിലും എഴുതാം. കണ്ടില്ലേ? എനിക്ക് ആ നോട്ട് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ. ഈ നോട്ട് നോട്ട് വന്നിട്ടില്ല. ഇട്ടിട്ടുണ്ടല്ലോ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് മാത്രം കണ്ടില്ലല്ലോ. കുറച്ചു മുന്നേ ഞാൻ നോക്കി. ഇന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഇല്ലെങ്കിൽ ഞാനത് ശരിയാക്കി തരുന്നുണ്ട്. ഓക്കെ. ഇല്ലെങ്കിൽ ഇതിന്റെ ഇതല്ലേ ആ മീഡിയം ടെസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന അവിടെയുള്ള മീഡിയം 4 സെന്റൻസ് ഏതെങ്കിലും എഴുതാ, എന്നിട്ട് നമ്മുടെ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മീഡിയം ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അസ്യൂം ചെയ്യുന്ന മീഡിയം, നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയ ഡാറ്റയിൽ ഇല്ലാത്ത ഒരു നമ്പർ അസ്യൂം ചെയ്ത് എഴുതാം. അതായിരിക്കും ഏറ്റവും പ്രോബ്ലം ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും. നമ്മുടെ ഡാറ്റയിൽ ഇല്ലാത്ത ഒരു നമ്പർ അസ്യൂം ചെയ്ത് എഴുതാം, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ക്രുഷ്കൽ വാല്യൂസ് അനോവ പറയുന്നുണ്ട്. The term analysis of variance described a group of, ഇതിൽ ആദ്യം അനോവേനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അനോവേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ക്രുഷ്കൽ വാല്യൂസ് അനോവ പറയുന്നത്. ക്രുഷ്കൽ വാല്യൂസ് അനോവ എന്ന് പറയുന്നത് when there are more than 2 groups or k number of groups to be compared, ANOVA is utilized. But since ANOVA is a parametric statistics and non-parametric requires assumptions of normality as a key assumption, we need to also be statistics aware of its non-parametric counterpart. അതായത് നോൺ പാരാമെട്രിക്കിൽ വരുന്ന ഒരു അനോവ ടെസ്റ്റ് ആണ് എന്ത്, ക്രുഷ്കൽ വാല്യൂ അനോവ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോൺ പാരാമെട്രിക്കിന്റെ റിക്വയേഴ്സ് അസംഷൻസ് ഓഫ് നോർമാലിറ്റി ആസ് എ കീ അസംഷൻ. ഇവിടെ നോർമാലിറ്റി വേണം. നോൺ പാരാമെട്രിക് ആണെങ്കിൽ കൂടി എന്ത് വേണം, അസംഷൻസ് ഓഫ് നോർമാലിറ്റി ഇവിടെ കീ അസംഷൻ ആണ്. അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രുഷ്കൽ വാല്യൂ അനോവ ചെയ്യുന്നത്. അതായത് ബാക്കിയൊക്കെ നോൺ പാരാമെട്രിക്കിന്റെ ക്രൈറ്റീരിയൻ, എന്നാലോ നമുക്ക് നോർമാലിറ്റി ഉണ്ട്, നമ്മുടെ സാമ്പിളിൽ നോർമാലിറ്റി ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്താണ്, ബാക്കിയുള്ളതൊക്കെ വേറെ, ബാക്കിയുള്ളതൊക്കെ നോൺ പാരാമെട്രിക്കിന്റെ അസംഷൻസ് ആണ് കിടക്കുന്നത്. പാരാമെട്രിക്കിന്റെ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്രുഷ്കൽ വാല്യൂ അനോവ ടെസ്റ്റ് ചെയ്യാം. അവിടെയാണ് ഇതിന്റെ യൂസേജ്. ക്രുഷ്കൽ വാല്യൂ ടെസ്റ്റ് compares the median of several more than 2 population to see whether they are all same or not. The Kruskal values is a non-parametric alternative to ANOVA. കണ്ടോ, അനോവ പാരാമെട്രിക് ആണെങ്കിൽ അതേപോലെ നോൺ പാരാമെട്രിക്കിൽ വരുന്നതാണ് എന്ത്, ക്രുഷ്കൽ വാല്യൂസ് അനോവ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് അനോവ ബേസ്ഡ് ഓൺ റാങ്ക് ട്രാൻസ്ഫോംഡ് ഡാറ്റ, ദാറ്റ് ഈസ് ഇനീഷ്യൽ ഡാറ്റ ആർ ട്രാൻസ്ഫോംഡ് ടു ദെയർ അസോസിയേറ്റഡ് റാങ്ക്സ് ബിഫോർ ബീയിങ് സബ്ജക്റ്റഡ് ടു അനോവ. കണ്ടപ്പോ അനോവ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഇതിലും റാങ്ക് കൊടുക്കും. ഓർഡിനൽ ഡാറ്റയിലേക്ക് ആക്കി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അനോവ ചെയ്യുന്നത്. കാരണം എന്താ, നോൺ പാരാമെട്രിക് ആണ്. നോൺ പാരാമെട്രിക് ചെയ്യുന്നത് നോമിനലിലും ഓർഡിനലിലാണ്. അപ്പൊ നമുക്ക് കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യും, റാങ്ക് ചെയ്ത് ഓർഡിനലിലോട്ട് മാറ്റും. ഇൻ അതർ വേർഡ്സ് ഇറ്റ്സ് ലൈക്ക് അനോവ എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് വിത്ത് മീഡിയൻസ് ആൻഡ് നോട്ട് മീൻസ്. ഇനി ഇവിടെ ക്രുഷ്കൽ വാല്യൂയുടെയും പിന്നെ അതുപോലെ തന്നെ വേരിയൻസ് ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്, പഠിച്ചാൽ മതി. ഇപ്പൊ ക്രുഷ്കൽ വാല്യൂ പഠിക്കുമ്പോൾ ക്രുഷ്കൽ വാല്യൂവിനെ പറ്റിയിട്ട് ഒരു 4 സെന്റൻസുകൾ പഠിക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഇത്രയും മതി, നിങ്ങൾക്ക് 9 ചാപ്റ്റർ പഠിച്ചാൽ മതി. ബാക്കിയുള്ളതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഈ ക്രുഷ്കൽ വാല്യൂ എക്സാമ്പിൾ വെച്ച് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് നമ്മളോട് ഡാറ്റ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, മീഡിയൻ പോലെ തന്നെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ശരിക്കും വരും ക്വസ്റ്റ്യൻസ് വരും, അല്ലാതെ വരാതെ ഇരിക്കില്ല. ഇനിയിപ്പോ ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല കേട്ടോ. അത് ഏത് വർഷത്തിലാണ്? മീഡിയം ടെസ്റ്റ് ചോദിക്കോ? മീഡിയം ടെസ്റ്റ് ചോദിക്കും, പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് എക്സാമ്പിൾ സഹിതം മീഡിയം ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതാണ് ടെസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ മാം ഒന്ന് ഗ്രൂപ്പിലിടോ. മീഡിയം ടെസ്റ്റിന്റെ എക്സാമ്പിൾ ഇടാം. ക്രുഷ്കൽ വാല്യൂ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ടായി. ജൂൺ 22 ചോദിച്ചിട്ടുണ്ട് അല്ലെ? അതായത് നമ്മള് പ്രോബ്ലം എഴുതണോ, അങ്ങനെയാണോ ചോദിച്ചിട്ടുള്ളത്? explain the steps in computation of Kruskal value ANOVA with the help of suitable example. അങ്ങനെ എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലിയർ ആവുന്നില്ലേ?
ഉണ്ട് ഉണ്ട്. അല്ല ഞാൻ പറയുന്നത് ക്ലിയർ ആയല്ലോ അല്ലേ? എനിക്ക് സൗണ്ട് പോയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അതായത് ടെസ്റ്റ് ഒന്ന് ഗ്രൂപ്പിലിടണം, എന്നാലും ഏതാ മീഡിയം അത് ടെസ്റ്റ്. അറിയില്ല. ഓക്കെ മീഡിയം ടെസ്റ്റ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ക്രുഷ്കൽ വാലി നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്താൽ മതി. അതായത് ഒന്നുമില്ല, നമ്മള് ഗ്രൂപ്പ് എ കൊടുക്കുന്നു, കണ്ടീഷൻസ് എ കൊടുക്കുന്നു. ഗ്രൂപ്പ് എ കണ്ടീഷൻ എ, ഗ്രൂപ്പ് ബി കണ്ടീഷൻ ബി, ഗ്രൂപ്പ് സി കണ്ടീഷൻ സി. ഇങ്ങനെയാണല്ലോ പ്രോബ്ലം വരുന്നത് ക്രുഷ്കൽ വാലിയില്. അപ്പൊ ആ കണ്ടീഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റാങ്ക് അസൈൻ ചെയ്യുന്നു. ഈ നമ്മൾ റാങ്ക് കൊടുക്കുമ്പോ ആദ്യം ഈ ടേബിൾ വരച്ചിട്ട് പിന്നെ വേറെ ടേബിൾ വരച്ച് റാങ്ക് വേറെ കൊടുക്കണോ? അതോ കണ്ടീഷൻ എ, കണ്ടീഷൻ ബി, കണ്ടീഷൻ സി എന്ന് കൊടുത്തിട്ട് റാങ്ക് എന്ന് കൊടുത്താലും മതിയോ? അങ്ങനെ കൊടുത്താലും മതി. കണ്ടീഷൻസിൽ നിന്നല്ലേ? കണ്ടീഷൻ എ എന്ന് കൊടുക്കുക, റാങ്ക് T1. കണ്ടീഷൻ ബി റാങ്ക് T2. കണ്ടീഷൻ സി റാങ്ക് T3. അങ്ങനെ കണ്ടീഷന് പകരം എന്ത് കൊടുത്താലും, ഇതിപ്പോ വെറും എക്സ് അല്ലെങ്കിൽ വൈ അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടീഷൻസ് കൊടുത്തു. ഞാൻ വെറ്റേട്ടാ, ഞാനൊന്ന് PDF ഷെയർ ചെയ്ത് തരാം, എനിക്കൊന്നും കൂടി മനസ്സിലാവും. ടെസ്റ്റ് ഒന്നും അറിയില്ല, അപ്പൊ അതൊന്ന് മാം ഗ്രൂപ്പിലൊന്ന്. ഓക്കെ. കാണുന്നുണ്ടോ നിങ്ങക്ക്? ക്ലിയർ കുറവാണ്. കാണുന്നുണ്ടോ? കാണാം. ഇത് മീഡിയം ടെസ്റ്റ് ആണ് കേട്ടോ, മീഡിയം ടെസ്റ്റ് ആണ്. ആണോ? ഇവിടെ ഒരു ഡാറ്റ നമ്മൾ എഴുതുക. നമ്മളായിട്ട് ഒരു ഡാറ്റ എഴുതുന്നു, ജസ്റ്റ് വെറുതെ ഒരു കുറച്ച് നമ്പേഴ്സ് എഴുതുന്നു. അതിന് നമ്മൾ ഒരു പ്രോബ്ലം കൊടുക്കുന്നു. ഇവിടെ കൊടുത്തത് എ കോളേജ് പ്രിൻസിപ്പൽ വാണ്ടഡ് ടു നോ ദ ആവറേജ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ലെക്ചേഴ്സ് ഇൻ ദ ക്യാമ്പസ്. ദ ഡാറ്റ ഈസ് കളക്ടഡ് ഈസ് ഗിവൻ ആസ് ഫോളോസ്. ഇതുപോലെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വെച്ചില്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് 10 പേരുടെ വയസ്സിന്റെ ബേസിലോ അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസിന്റെ ബേസിലോ നമ്മൾ കുറച്ച് ഡാറ്റ എഴുതുന്നു. ഇവിടെ കണ്ടോ, ഞാൻ കുറച്ച് ഡാറ്റ എഴുതിയിട്ടുണ്ട്. വെറുതെ കുറെ നമ്പർ എടുത്തിട്ടുള്ളതാ. 3, 4, 2, 6, 9, 7, 3, 4, 2, 4, 10, 4, 4, 4, 7, 8. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യലാണ്. സ്റ്റെപ്പ് 1 നൾ ഹൈപ്പോത്തസിസ് ഈസ് ടു ബി ഫോർമുലേറ്റഡ്. അതിൽ H നോട്ട് എന്ന് കൊടുത്തു. നൾ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, H നോട്ട് എന്ന് കൊടുത്തു. ദ മീഡിയൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ലെക്ചേഴ്സ് വിൽ ബി സെയിം ആസ് ദ അസ്യൂംഡ് മീഡിയൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റയുടെ മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി അസ്യൂം മീഡിയൻ കൊടുക്കും. അസ്യൂം ചെയ്തിട്ട് ഒരു മീഡിയൻ എഴുതും, അതും സെയിം ആണ് എന്ന് ഒരു നൾ ഹൈപ്പോത്തസിസ് എഴുതും. സെയിം ആണെന്ന് വെക്കണത് എന്താ? സെയിം ആയിരിക്കില്ല ഒരിക്കലും. എന്ത് ചെയ്യും? അപ്പൊ അതിനെ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യാനുള്ളതാണ് നൾ ഹൈപ്പോത്തസിസ്. ഓർത്ത് വെക്കുക കേട്ടോ, ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ രണ്ടും സെയിം ആണെന്ന് നമ്മൾ ഇവിടെ വെറുതെ എഴുതി വെച്ചു. നൾ ഹൈപ്പോത്തസിസ് കണ്ടു, സെയിം ആണ്. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? മീഡിയൻ അസ്യൂം ചെയ്യാണ്. അസ്യൂമിങ് മീഡിയൻ സാമ്പിൾ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് 5. ഞാൻ ഇവിടെ 5 എന്ന് കൊടുത്തു. എന്റെ ഡാറ്റയിൽ ഈ 5 എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കില്ല. 5 എന്ന് പറയുന്ന നമ്പർ എന്റെ ഡാറ്റയിൽ ഉണ്ടായിരിക്കില്ല. ഇല്ലാത്തൊരു നമ്പർ വെച്ചിട്ട് എഴുതി. ഓക്കെ ആണോ? ഇനി ഉള്ളത് വെച്ചിട്ട് എഴുതാട്ടോ, പക്ഷെ കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ചെയ്യാനാണ്. ഇല്ലാത്തൊരു ഡാറ്റ എഴുതി. കണ്ടോ, 5 എന്ന് പറയുന്നത് എന്റെ ഡാറ്റയിൽ ഇല്ല. അപ്പൊ അത് ഞാൻ അസ്യൂം ചെയ്ത് ചെയ്തപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡാറ്റേനെ അതൊന്ന് ഒഴിവാക്കി വിടുക, അസ്യൂം മീഡിയൻ ആക്കി ചെയ്യാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്? കോഡ് ചെയ്യണം. കോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റെപ്പ് 3 കോഡ് കൊടുക്കലാണ്. 5 ആണല്ലോ നമ്മുടെ മീഡിയൻ. 5ന് താഴെയുള്ള നമ്പേഴ്സിനൊക്കെ 0 എന്ന് പറയുന്ന കോഡ് കൊടുത്തു. 5ന് മേലെയുള്ള നമ്പർക്കൊക്കെ 1 എന്ന് പറയുന്ന കോഡ് കൊടുത്തു. അങ്ങനെ കൊടുത്തു. എന്നിട്ട് അത് ആ കോഡ് ചെയ്യല് വേറൊരു ടേബിൾ ആക്കി. കണ്ടോ, 3, 4, 2 ഇതിനൊക്കെ 0. 6 5ല് മേലെ ആയതുകൊണ്ട് 1 നിട്ടു. 9 1 7 1 നിട്ടു. 3 2 4 0 കൊടുത്തു. 10ന് 1 4 4 0 7 8 1. കാരണം എന്താ? 5ന് മേലുള്ളതിനൊക്കെ 1, 5ന് താഴെയുള്ളതിനൊക്കെ 0 എന്നുള്ള കോഡ് കൊടുത്തു. സ്റ്റെപ്പ് 3 ആ ടേബിൾ ആക്കി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ എങ്ങനെയാണ്? അബവ് അസ്യൂംഡ് മീഡിയൻ, ബിലോ അസ്യൂംഡ് മീഡിയൻ. അതാണ് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത്. അസ്യൂംഡ് മീഡിയൻ അതായത് 1 എബവ് അസ്യൂംഡ് മീഡിയൻ ആണ്. അതായത് 1 എന്ന് വന്നിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. 6 9 7 10 7 8 6 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ 6 ഫ്രീക്വൻസിയാണ് ഇവിടെ എണ്ണി എഴുതി. 6 എണ്ണം ഉണ്ട്. അസ്യൂംഡ് ബിലോ അസ്യൂംഡ് മീഡിയൻ 0 വന്നിട്ടുള്ള നമ്പേഴ്സ് 8 എണ്ണം ഉണ്ട്. 8 എണ്ണം എണ്ണി എഴുതി.
എന്നിട്ട് അവിടുന്ന് തൊട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 5 ഫ്രീക്വൻസി എക്സ്പെക്ടഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, 1/2 × n. ഇവിടെ n എന്ന് പറയുന്നത് ഞാൻ എഴുതിയ ഡാറ്റയുടെ നമ്പർ ആണ് 14. അപ്പൊ ഡാറ്റ എഴുതുമ്പോൾ എപ്പോഴും ഈവൻ നമ്പർ ആക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിടന്ന് കളിക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക, ഈവൻ നമ്പർ ആക്കിയിട്ട് എഴുതും. ഇപ്പൊ ഇവിടെ ഞാൻ 14 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റയിൽ ഇതിൽ 14 നമ്പേഴ്സ് ഉണ്ട്. അതാണ് n എന്ന് പറയുന്നത്. അപ്പൊ 1/2 × n, 1/2 × 14, 14/2 = 7. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തിയത് ഇത് രണ്ടും എന്താണ്, ഈ 6, 8 എന്നുള്ളത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ് ഈ കണ്ടെത്തിയത് 7, 7 രണ്ടിലും 7 തന്നെ ഇട്ട് കണ്ടോ, അതൊരു ടേബിള്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്നുള്ളത് 6, 8. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി രണ്ടിനും 7 തന്നെ എഴുതി. നമ്മളവിടെ 7 കണ്ടുപിടിച്ചത്, ആ രണ്ടിനും 7 തന്നെ എഴുതി. ബാക്കി അവിടുന്ന് തൊട്ട് അങ്ങോട്ട് chi² ആണ്. എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ്, chi² ടേബിൾ വരയ്ക്കുന്നു. ഫ്രീക്വൻസി ഒബ്സർവ്ഡ്, ഫ്രീക്വൻസി എക്സ്പെക്ടഡ്, FO - FE, FO - FE², FO - FE² ഡിവൈഡഡ് ബൈ FE. എന്നിട്ട് ഇതൊക്കെ കൂടെ കൂട്ടി നമുക്ക് എന്ത് കിട്ടും, chi² കിട്ടും. chi² = 0.28. ഇങ്ങനെയാണ് സാമ്പിൾ മീഡിയം ടെസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ എഴുതാനായിട്ട് DF കണ്ടുപിടിക്കുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം ചെയ്താൽ മതി. DF = എന്ന് പറഞ്ഞിട്ട് അതും എഴുതാം. അത്രേ വരുന്നുള്ളൂ. മനസ്സിലായോ? കേൾക്കുന്നില്ല. ഒരാള് പറയൂ, ആരെങ്കിലും ഒരാൾ. ക്ലിയർ ആവുന്നില്ല കേട്ടോ എനിക്ക്. നമ്മള് ഈ chi² താഴോട്ടുള്ളത് മനസ്സിലായി. അതിന്റെ മുകളിലോട്ടുള്ളത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ബേസ് മാത്രം ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ മിസ്സേ? chi² നിങ്ങൾക്ക് ഓക്കെ അല്ലേ? chi² ഓക്കെ ആണോ? chi² നിങ്ങൾ മറ്റേതിൽ പഠിച്ച അതേ സംഭവം തന്നെ. അതിനും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അതിന് മുന്നേ ഈ ഒരു എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണല് മാത്രമാണ്. 5 സ്റ്റെപ്പുകൾ അതിന് മുന്നേ വരുന്നുണ്ട്. ആദ്യം ഡാറ്റ എഴുതുന്നു. സ്റ്റെപ്പ് 1 നൾ ഹൈപ്പോത്തസിസ് എഴുതുന്നു. സ്റ്റെപ്പ് 2 അസ്യൂം മീഡിയൻ എഴുതുന്നു. സ്റ്റെപ്പ് 2 അസ്യൂം മീഡിയൻ എഴുതുന്നു. എന്നിട്ട് സ്റ്റെപ്പ് 3 കോഡ് ചെയ്യുന്നു. അസ്യൂം മീഡിയന് താഴെയുള്ളതിന് 0 കൊടുക്കുന്നു, അതിന് മേലുള്ളത് 1 കൊടുക്കുന്നു. അപ്പൊ ആ സ്റ്റെപ്പ് 3 തന്നെ നമ്മൾ പിന്നെയും ടേബിൾ വരച്ചു കോഡ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് 4 റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് ഒന്നുമില്ല, 0 കിട്ടിയ ആൾക്കാർ എണ്ണി എഴുതുന്നു, 1 കിട്ടിയ ആൾക്കാർ എണ്ണി എഴുതുന്നു, അങ്ങനെ എഴുതി. അപ്പൊ അത് ഇപ്പൊ ഈ കിട്ടിയത് എന്താണ്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. ഈ സ്റ്റെപ്പ് 5 നമ്മൾ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണും. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്ടഡ് ഫ്രീക്വൻസിയും കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, chi² കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്താണ്, FE = 1/2 × n. n എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ഡാറ്റയുടെ എണ്ണം. ഓക്കെ, ഇവിടെ എനിക്ക് 14 നമ്പേഴ്സ് ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് 7 കിട്ടി. എന്നിട്ട് അത് പിന്നെയും ടേബിൾ ആക്കി. ഫ്രീക്വൻസി ഒബ്സർവ്ഡ് 6, 8, അതായത് കോഡ് ചെയ്തെണ്ണം. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ഞാൻ കണ്ടെത്തിയ 7, രണ്ടിനും 1 എഴുതി. പിന്നെ അവിടെ തൊട്ടങ്ങോട്ട് chi². ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ DF വരെ കണ്ടുവച്ചാൽ മതി. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് എഴുതാനായിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു ടേബിളും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒറ്റ പ്രോബ്ലത്തിൽ നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എഴുതണ്ട. ടെക്സ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയാണ്, ക്രിട്ടിക്കൽ ടി വാല്യൂ നോക്കിയിട്ട് ഇത് വരും എന്നൊക്കെ ടെക്സ്റ്റിൽ ഓരോ കണക്കിന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യണ്ട. നമുക്ക് എല്ലാ പ്രോബ്ലം ലാസ്റ്റ് എന്ത് കണ്ടെത്തി നിൽക്കുന്നു അവിടെ നിർത്താം, നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇതേപോലെ ക്രിസ്റ്റൽ വാലീസും കൂടി ക്രിസ്റ്റൽ വാലി പറയാം കേട്ടോ, ഒരു മിനിറ്റ്. കാണാമോ? കാണാം. വേണ്ട, ഇവിടെ നമുക്കിത് തന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഏതോ ഒരു എക്സാമിന് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഇതിൽ കണ്ടില്ലേ പാർട്ടിസിപ്പേറ്റ് നമ്പർ എഴുതുന്നു. അപ്പൊ നമ്മളോട് ഒരു എക്സാമ്പിൾ സഹിതം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും,
ഇതേപോലെ 12 ഡാറ്റ വരുന്ന ഒരു ടേബിൾ വരയ്ക്കും. 3 ഗ്രൂപ്പുകളാക്കിയിട്ട് 12 ഡാറ്റ വരുന്ന ഒരു ടേബിൾ വരയ്ക്കുന്നു. പാർട്ടിസിപ്പന്റ് നമ്പർ, കണ്ടീഷൻ എ. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതി, ഒരു മാറ്റവും വേണ്ട. പാർട്ടിസിപ്പന്റ് നമ്പർ, കണ്ടീഷൻ ബി, പാർട്ടിസിപ്പന്റ് നമ്പർ, കണ്ടീഷൻ സി വരച്ചു. നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ എഴുതാം, ഒരു കണ്ടീഷൻസും ഇല്ല. ഇവിടെ നമുക്ക് തോന്നിയ നമ്പേഴ്സ് എഴുതാം. ഏകദേശം ഒരു 10-15 ഉള്ളിൽ, അല്ലെങ്കിൽ 15-20 ഉള്ളിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രം നോക്കുക. അല്ലെങ്കിൽ ഇവിടെ 1 എഴുതി, 56 എഴുതി, 98 എഴുതി, അങ്ങനെ എഴുതരുത്. ഇവിടെ കണ്ടോ 3, 5, 6, 3, 2, 7, 9, 8, 10, 8, 7, 15 അങ്ങനെ നോക്കി നമ്മൾ കൊടുക്കല്ലേ വേണ്ടത്? നമ്മൾ കണ്ടീഷൻ എ, കണ്ടീഷൻ ബി, കണ്ടീഷൻ സി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാല് കേട്ടാ. നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണോ അതേപോലെ എഴുതാം. നമ്മളോട് എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്രിട്ടിക്കൽ വാല്യൂയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടേബിൾ വരയ്ക്കാം. ഡാറ്റ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പൊ എഴുതുമ്പോ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു നമ്മൾ പറയാറില്ല ഈ നോർമാലിറ്റി എന്നൊക്കെ, ആ ഒരു സംഭവം നോക്കുക. അതായത് 1-ന്റെയും 15-ന്റെ ഇടയിൽ, അല്ലെങ്കിൽ 15-ന്റെയും 30-ന്റെ ഇടയിൽ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് എഴുതാം. മാക്സിമം നമുക്ക് ഈ ഇങ്ങനെ 1-ന്റെയും 15-ന്റെ ഇടയിലുള്ള നമ്പേഴ്സ് എഴുതാനായിട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1, റാങ്ക് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ എൻറ്റയർ ഡാറ്റ സെറ്റ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇൻ കേസ് ഓഫ് ടൈ വി യൂസ് ദ ആവറേജ് ഓഫ് ദ റാങ്ക്. നമ്മൾ രണ്ടാമത്തെ ടേബിൾ മാത്രമല്ല നമ്മൾ വരക്കണ്ടോ? നമ്മള് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേബിൾ വരച്ചാൽ മതി. പ്രോബ്ലം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ടേബിൾ ഉണ്ടാക്കി എഴുതണമല്ലോ. അപ്പൊ അത് വരയ്ക്കാം. ഓക്കെ ആണോ? അപ്പൊ പ്രോബ്ലം തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് 1 എന്ന് എഴുതുക. എന്നിട്ട് ഈ ടേബിളിൽ വ്യത്യാസം വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ പാർട്ടിസിപ്പന്റ് നമ്പർ എഴുതുന്നില്ല, കണ്ടീഷൻസ് മാത്രമേ എഴുതുന്നുള്ളൂ. കണ്ടീഷനും അതിന്റെ റാങ്കും. അപ്പൊ റാങ്ക് T1, റാങ്ക് T2, റാങ്ക് T3. പിന്നെ ഇവിടെ താഴെ ടോട്ടലിന്റെ ഒരു റോ വേറെ വന്നു. റാങ്ക് കൊടുക്കാൻ അറിയാച്ചെങ്കിൽ നന്നായിട്ട് റാങ്ക് കൊടുത്ത് പഠിക്കുക. ഞാനിവിടെ എന്റെ സ്റ്റുഡൻസിന് എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ എഴുതി വെക്കാം. ഇവിടെ കണ്ടോ, നമുക്ക് കിട്ടിയ ഡാറ്റ ഇവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതി വെക്കാം. 2, പിന്നെ വരുന്നത് പിന്നെ ഏത് റാങ്കാ വരുന്നത്? 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 2 വട്ടം വരുന്നുണ്ട്. 3 2 വട്ടം വരുന്നുണ്ട്. അപ്പൊ 3 2 വട്ടം എഴുതി. പിന്നെ വരുന്നത് ഏതാ? 3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 ആണ് വരുന്നത്. 5, പിന്നെ വരുന്നത് 6, പിന്നെ 7 2 വട്ടം വരുന്നുണ്ട്. അപ്പൊ അതേപോലെ എഴുതി. പിന്നെ 8 2 വട്ടം വരുന്നുണ്ട്. പിന്നെ 9 വരുന്നുണ്ട്. 10 11 ഇത്രയല്ലേ വരുന്നുള്ളൂ ഡാറ്റ? 12 നമ്പേഴ്സ്. അങ്ങനെ ആദ്യമേ അസെൻഡിങ് ഓർഡറിൽ എഴുതി വെച്ചിട്ട് പിന്നെ നമ്പർ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ റാങ്കിങ് എളുപ്പമായിരിക്കും. അത് ടൈഡ് വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ടൈഡ് വരുന്ന ടൈമിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. അപ്പൊ തെറ്റിപ്പോകരുത്. ഇവിടെ നമ്മൾ റാങ്ക് കൊടുത്തു 1 2 3 4 5, പിന്നെ 6 7 8 9 10 11 12 റാങ്കും കൊടുത്തു. ഇനി ടൈഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന്റെ ആവറേജ് കാണും. ഇപ്പൊ 3ക്ക് റാങ്ക് കൊടുക്കുന്നത് എങ്ങനെയാ? 2 + 3/2, 2 + 3/2, അതായത് 2.5 കിട്ടും. അതേപോലെ ടൈഡ് വരുന്നത് 7ന് വരുന്നുണ്ട്. 6 + 7/2, 2 വട്ടാണ് 7 വന്നിട്ടുള്ളത്. അപ്പൊ 6 + 7/2, അപ്പൊ എത്ര കിട്ടും? 6.5 കിട്ടും. ഇനി അതേപോലെ തന്നെ 8 2 വട്ടം വരുന്നുണ്ട്. 8ഉം 9ആണ് റാങ്കുകൾ. അപ്പൊ 8 + 9/2 എത്ര കിട്ടും? 8.5 കിട്ടും. അങ്ങനെ റാങ്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 2 പേർക്കും ഒരേ മാർക്കാ. അപ്പൊ എനിക്ക് മീനുവിനും ഒരേ മാർക്കാ. എനിക്ക് സെക്കൻഡ് റാങ്കും മീനുവിന് തേർഡ് റാങ്കും കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ റാങ്കിനെ അവിടെ ഡിവൈഡ് ചെയ്യുന്നു. എനിക്ക് 2.5 റാങ്ക്, മീനുവിന് 2.5 റാങ്ക്. അതാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ റാങ്ക് അസൈൻ ചെയ്യുക.
ആൻഡ് ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ ടോട്ടൽ റാങ്കുകൾ എടുത്ത് എഴുതി. സം ഓഫ് T1, സം ഓഫ് T2, സം ഓഫ് T3 എഴുതി. സ്റ്റെപ്പ് 3 കാൽക്കുലേറ്റ് എച്ച് ആണ്. എച്ചിന്റെ ഡെഫിനിഷൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക. എച്ചിന്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ 12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ, അതിൽ മാറ്റില്ല. അത് നമ്മുടെ ഡാറ്റയുടെ എണ്ണാണോ എന്നുള്ളത് തെറ്റിപ്പോകരുത്. അതിനിവിടെ എൻ എഴുതാനുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ഈ 12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് തെറ്റിപ്പോകരുത്. ഇക്വേഷനിൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ എഴുതുക. എൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, അതായത് 12. സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും 4 നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓടെ ഉണ്ടോ? സ്മോൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? 4ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12 ആണ്. ഈ 12 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഏത് ഡാറ്റ, എത്ര ഡാറ്റ കിട്ടിയാലും ഈ മേലത്തെ 12 എന്ന് പറയുന്നത് മാറ്റമില്ല, കോൺസ്റ്റന്റ് ആണ്. നമുക്ക് 5.537 കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. ഫൈൻഡ് പി വാല്യൂ എന്നൊക്കെ എഴുതി. അതായത് നമുക്ക് അവിടെ ചെയ്യാനായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് പി വാല്യൂ എന്ന് എഴുതുക. കൺക്ലൂഷൻ ഒന്നും എഴുതണ്ട കേട്ടോ, അത്ര എഴുതിയിട്ട് നിർത്തുക. DF കാണുന്ന ഒരു ഇത് ബുക്കിൽ കിടപ്പുണ്ട്. DF = K-1 എന്ന കോളം -1 എന്ന് എഴുതി. അത് എഴുതണോ? പി വാല്യൂ എന്നുള്ളതിന്റെ അവിടെ അത് എഴുതിയാൽ മതി, അതും കൂടെ എഴുതിയാൽ മതി. 3 കോളം ഉള്ളതുകൊണ്ട് DF = K-1, 3-1 എന്ന് എഴുതാം അല്ലെ? അതന്നെ അങ്ങനെ ഇക്വേഷന്റെ അവിടെ ഒന്നും കൂടെ ഒന്ന് കാണിക്കാമോ? ഇക്വേഷൻ ഒന്നും കൂടെ കാണിക്കാം. H = 12a/n × n+1 into sum of r square divided by small n minus 3 × n+1. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിനെപ്പറ്റി ആദ്യം എഴുതണല്ലേ മാം? കുറച്ച് എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ട് ഒരു 3-4 സെന്റൻസ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം, എന്നിട്ട് പ്രോബ്ലം ചെയ്യും. അല്ലെങ്കിൽ മാർക്ക് തരില്ല. കുറെ പിള്ളേർക്ക് അങ്ങനെ പ്രോബ്ലം നന്നായിട്ട് ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പൊ കൂടെ ഒന്ന് കാണിച്ചു തരൂ. ഈ മാത്സ് പ്രോബ്ലം കഴിഞ്ഞിട്ട് അല്ല, ഈ ക്രുഷ്യൽ വാല്യൂസിന്റെ H വാല്യൂന്റെ ഇത് എത്രയേ ഉള്ളൂ. H വാല്യൂ നമ്മൾ കണ്ടുവെക്കുക. പിന്നെ DF കാണാനുണ്ടെങ്കിൽ DF കണ്ടുവെക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രയും ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഈ പി വാല്യൂ കാണലാവും DF എഴുതിയിട്ടുണ്ടായിരിക്കുക. കൺക്ലൂഷൻ എഴുതണമെന്നില്ല, കാരണം നമുക്ക് അറിയില്ല. DF ഉണ്ട്. DF ഉണ്ട്, ഞാനത് നോക്കിയിട്ടില്ല. മീനു DF ഉണ്ടോ? കണ്ടതാ. DF = K-1 എന്ന്. K എന്ന് പറയുമ്പോ കോളം -1 എന്ന് ടെക്സ്റ്റിൽ കണ്ടതാ. ഉണ്ടെങ്കിൽ എഴുതിയാ മതി. അപ്പൊ ടോട്ടൽ കോളം 3 അല്ലേ വരുന്നത്? അതാണോ? 3 - 1 അല്ലേ വരുന്നത്. കണ്ടീഷൻ A, കണ്ടീഷൻ B, കണ്ടീഷൻ C. അത് അനോവയ്ക്കും അല്ലാത്തതിനൊക്കെ കോളം -1 അതിനല്ലേ വരിക? അനോവ അല്ലാത്തതിന് നമുക്ക് എത്രയാണോ ഡാറ്റ തന്നിട്ടുള്ളത്. ഇപ്പൊ കൈസ്ക്വയറിൽ ചിലപ്പോ ആയിരിക്കില്ല. കൈസ്ക്വയറിൽ ചിലപ്പോ നമുക്ക് R-1 × C-1 ആണ്. അനോവയില് വേറെയാണ്, ഇതില് വേറെയാണ്. എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. C ആയാലും കോളം തന്നെയാണ്, K ആയാലും കോളം തന്നെയാണ്. ഓക്കെ. അപ്പൊ കൈസ്ക്വയറിൽ ചിലപ്പോ 2 C ആയിരിക്കും, ചിലപ്പോ 3 C വെച്ചിട്ട് കൈസ്ക്വയർ വന്നിട്ടുണ്ട്, 3 കോളം വെച്ചിട്ട് കൈസ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യനിൽ എത്ര കോളം ഉണ്ട്, റോ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇത്. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. 104ന്റെ എക്സാം വരുന്ന 27 അപ്പൊ ഇന്ന് വെക്കണോ നാളത്തെ 101ന്റെ എക്സാം കഴിഞ്ഞിട്ട്? 108 നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് വെക്കാന്നോ? ഓക്കെ. അപ്പൊ ഇന്നിപ്പോ 108 പഠിച്ചോളൂ. ഓക്കെ. ഗ്രൂപ്പിൽ 6:30 കണ്ടിരുന്നു, അതാ ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമുക്കത് മാറ്റാട്ടോ, നാളേക്ക് വെക്കാം. നാളെ എക്സാം അല്ല, അപ്പൊ നിങ്ങൾ അത് പഠിച്ചോളൂ. ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആരെ മെസ്സേജ് അയച്ച്? ഇതൊന്ന് ഗ്രൂപ്പിൽ ഇടുന്നത് ഏതാണ്? ക്രുഷ്യൽ വാല്യൂ ആണോ? രണ്ടും മാം, നേരത്തെ മീഡിയം ടെസ്റ്റും. ഓക്കെ ഇടാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. നന്നായിട്ട് നോക്കുക, പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. 4 പ്രോബ്ലം പഠിക്കാനുണ്ട് കൃത്യമായിട്ട്. ടെസ്റ്റ് അടക്കം 5 പ്രോബ്ലം ആണ് വരുന്നത്. നന്നായിട്ട് നോക്കുക. ഏതെങ്കിലും ഒരു 3 എഴുതിയാൽ തന്നെ 30 മാർക്കായി. ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി, സെക്കൻഡ് ചാപ്റ്ററിലെ തിയറി ഇമ്പോർട്ടന്റ് ആണ്. പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും എന്തായാലും നോക്കുക, അത് തീരെ സ്കിപ്പ് ചെയ്യണ്ട.
Okay, thank you. Thank you. Thank you, ma'am. Okay, thank you. Thank you.